പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോമ്പുകാലത്ത്, ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ, ഈ പരിശുദ്ധമായ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈശോ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നു മുതൽ ഈ 4 ദിവസങ്ങളിൽ ശലോം ടി വിയിലൂടെ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയും ഈശോയെ ആരാധിക്കുകയും ഈ 4 ദിവസങ്ങളിൽ ഈ നോമ്പിന് വേണ്ടി, നോമ്പിൻ്റെ ഈ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമാകാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മളൊന്ന് പരിശ്രമിക്കാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ബോധ്യം, ആദ്യത്തെ ഒരു ബോധ്യം ഇതാണ്: തിരിച്ചറിവുകളുടെയും തിരിച്ചുവരവിൻ്റെയും സമയമാണ് നോമ്പ്. മനസ്സിലേക്ക് ഉറപ്പിക്കണേ, തിരിച്ചുവരവുകളുടെയും തിരിച്ചറിവുകളുടെയും കാലമാണ് നോമ്പ്. ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒരു നോട്ട് ബുക്കും പേനയൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പിന്നീട് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ ബോധ്യങ്ങൾ നൽകും. മാനുഷികമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വലിയ കൃപയാൽ നമുക്കത് 30 60 അല്ല 100 മേനിയായിട്ട് ബലം ചൂടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ആദ്യം ഒന്ന് എഴുതിയിട്ടേ. ഈ ധ്യാനം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വചന ശുശ്രൂഷയാണ്. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉറക്കം വന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിയേക്കാം, ചിലപ്പോൾ നമുക്ക് മടുത്ത് വായിക്കാം, ചിലപ്പോൾ ഇതൊന്ന് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നിയേക്കാം. പക്ഷേ അവിടെ ഇരുന്നോണം, ഈശോയുടെ അടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവിടെ ഇരുന്നോണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരാണ്ടിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വചനവും കാര്യങ്ങളൊക്കെ എഴുതിയിടുക, ബോധ്യങ്ങൾ എഴുതിയിടുക, വചനങ്ങൾ എഴുതിയിടുക, ബൈബിൾ മറിച്ച് നോക്കുക, അടയാളപ്പെടുത്തുക. ഇതൊക്കെ ഹൃദയത്തിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് ഇത് ആദ്യം എഴുതിയിട്ടെ. ഈ നോമ്പുകാലം എനിക്ക് തിരിച്ചറിവിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കാലമാണ്. ഞാൻ ചിലതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞ് ചിലതിലേക്കൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു ബോധ്യം ഇതാണെന്നറിയോ? ഈ 50 നോമ്പ്, ഈ വലിയ ദിവസങ്ങൾ, ഈ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ, നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിൽ 40 ദിവസവും പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ 50 ദിവസവും ഒക്കെ നമ്മൾ ഈ വലിയ നോമ്പ് കൊണ്ടാടുന്നുണ്ട്. ഇത് 40 ആയാലും 50 ആയാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈശോയുടെ സ്നേഹമാണ്. നമ്മൾ ഈശോയുടെ പീഡാസനത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ എന്തിന് ഈശോ അത്രയൊക്കെ സഹിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരേ നമ്മുടെ മുമ്പിലുള്ളൂ: ഈശോയുടെ സ്നേഹം കാരണം. ഈശോ എന്നോടുള്ള, നിങ്ങളോടുള്ള സ്നേഹം കാരണം അത്രമാത്രം സഹിച്ചു. സിയനയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, വലിയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഓർമ്മയിലുണ്ടെന്നാണ് ഞാൻ കരുതുക. ഈശോയെക്കുറിച്ച്, ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് സിയനയിലെ വിശുദ്ധ കാതറിൻ പറയാണ്: ഈശോയെ കുരിശിലേക്ക് ചേർത്ത് പിടിച്ചത് 3 ആണികളല്ല, നിന്നോടുള്ള സ്നേഹമാണ് എന്നെഴുതി വെച്ചു. ഈശോയെ കുരിശോട് ചേർത്ത് പിടിച്ചത് 3 ആണികളല്ല, പകരം നിന്നോടുള്ള, എന്നോടുള്ള സ്നേഹമാണ്. ഈ നോമ്പ് കാലത്ത് ഈ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഉപവസിക്കുകയും ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. അവൻ പീഡ സഹിച്ചതും, അവൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായതും, അവൻ കുരിശേറിയതും, ഉദ്ധാനം ചെയ്തതും, ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതും, എന്നോട് വചനം പറഞ്ഞു തരുന്നതും, എന്നെ സ്നേഹിക്കുന്നതും എല്ലാം അളവില്ലാത്ത അവിടുത്തെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവാണ് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വരേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിരിച്ചറിവിൽ നിന്ന് വേണം ചില തിരിച്ചു വരവുകൾ. നമുക്കറിയാം, വഴിതെറ്റി പോകാറുണ്ട് നമ്മളല്ലേ. നമുക്ക് അബദ്ധങ്ങൾ പറ്റാം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്ര ഇതിങ്ങനെ ഈ ജീവിതത്തിൻ്റെ ചക്രം ഇങ്ങനെ ഉരുളുമ്പോൾ ചിലപ്പോൾ വഴി തെറ്റിപ്പോയേക്കാം, ദിശ മാറിപ്പോയേക്കാം, ലക്ഷ്യം കാണാതെ നമ്മൾ ചിലപ്പോൾ പതുക്കെ സ്ലോ ഡൗൺ ചെയ്തേക്കാം, ചിലപ്പോൾ വഴി തെറ്റി നമ്മൾ ചില കുടുക്കുകളിലേക്ക് പോയേക്കാം, നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയി പോയേക്കാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള അനുഗ്രഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്തുന്ന സാത്താൻ പാപങ്ങൾ കാരണം, പ്രലോഭനങ്ങൾ കാരണം മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുത്തുക എന്ന് മാത്രമല്ല, വഴി തെറ്റിച്ച് നമ്മളെ വിട്ടേക്കാം. കുറേ അധികം അങ്ങ് ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാകുന്നത്: ഈശോയെ, ഞാൻ അങ്ങിൽ നിന്ന് ഒത്തിരി അകലെയായിപ്പോയി, എനിക്ക് തിരിച്ചു വരാൻ പോലും പറ്റാത്ത രീതിയിൽ പാപത്തിൻ്റെ ഒരു പടുകുഴിയിലേക്ക്, ഒരു തെറ്റിലേക്ക്, തെറ്റായൊരു ബന്ധത്തിലേക്ക്, ലഹരിയുടെ ഉപയോഗങ്ങളിലേക്ക്, എന്ത് പാപങ്ങളാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്കുള്ള യാത്രയിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമുക്ക് വീഴാനുള്ള സാധ്യതകൾ 100 കണക്കിനാണ്. ആ വീഴുന്നതോ അത്ര അഗാധമായ പടുകുഴികളിലേക്കുമായിരിക്കും. തിരിച്ചു കയറി വരാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള അത്ര വലിയ അകലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് നമ്മൾ വീണു പോയേക്കാം. പക്ഷെ തിരിച്ചു വരണം. തിരിച്ചു വരവിൻ്റെ കാലമാണ് നോമ്പ്. എങ്ങനെ തിരിച്ചു വരണം? തിരിച്ചറിഞ്ഞ് തിരിച്ചു വരണം. എന്ത് തിരിച്ചറിയണം? ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ പടുകുഴിയിൽ നിന്ന്, ഈ തെറ്റായ വഴിയിൽ നിന്ന് നീ തിരിച്ചു വരണം ഈശോയുടെ സ്നേഹത്തിലേക്ക്. ഞാൻ വഴി തെറ്റിപ്പോകുമ്പോഴും, ഞാൻ പാപം ചെയ്തപ്പോഴും, ഒരുപക്ഷെ എൻ്റെ അബദ്ധം കാരണം ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞപ്പോഴും, പാപങ്ങൾ ആവർത്തിച്ച് ചെയ്ത്
വലിയ പടുകുഴിയിലേക്ക് ഞാൻ വീണു പോയപ്പോഴും ആ പടുകുഴിയിലേക്ക് കൈനീട്ടി പിടിക്കാനും അവിടെ നിന്ന് എന്നെ പിടിച്ചുയർത്താനും ഈശോയുടെ സ്നേഹത്തിന് കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ തിരിച്ച് കയറി വരികയാണ്. നോമ്പ് തിരിച്ചറിവിൻ്റെയും തിരിച്ചു വരവിൻ്റെയും കാലമാണ്. ഈ ഒരു പരിശുദ്ധമായ നോമ്പിൻ്റെ ദിവസങ്ങൾ ആചരിക്കാൻ ഈശോ നമുക്കൊരു അവസരം തന്നില്ലേ? കഴിഞ്ഞ വർഷത്തെ നോമ്പിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് പലരും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം നമ്മൾ നോമ്പിൻ്റെ ചില തീരുമാനങ്ങൾ തെറ്റിച്ചിട്ടും ഇതാ വീണ്ടും പുതിയൊരു നോമ്പ്, പുതിയൊരു തിരിച്ചുവരവിന് വേണ്ടി ഈശോ അവസരം ഒരുക്കിയേക്കാണ്. ആൻഡ് ഇതാണ് ഏറ്റവും നല്ല സമയം. പഴയ നിയമത്തിൽ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് കാണാപ്പാടം അറിയാവുന്ന വചനങ്ങളൊക്കെ ഒന്നാണത്. നമ്മൾ ഉപവസിക്കേണ്ടതും നമ്മൾ ഈശോയിലേക്ക് തിരിച്ചു വരേണ്ടതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആഹ്വാനം ജോയൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. വചനം ശ്രദ്ധിച്ച് കേൾക്കാം, ഒരുമിച്ച് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അതൊരു ആഹ്വാനമാണ്. ജോയൽ പ്രവാചകനിലൂടെ പഴയ നിയമത്തിലെ ജനതയ്ക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി എഴുതി വെച്ചതാണെന്ന് കരുതരുത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോടും ഈശോ പറയാണ്, ഇപ്പോഴെങ്കിലും നീ തിരിച്ചു വരണം. നമ്മൾ വിചാരിക്കും നമുക്ക് ചിലപ്പോൾ ഈ നോമ്പിൻ്റെയൊക്കെ സമയങ്ങളിലാണ് കൂടുതൽ അനുതാപത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. ചിലപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ കേൾക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. ഇതെന്നെ ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെന്നെ ഈ തെറ്റുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെന്നെ ഈ പിശാചിൻ്റെ പിടിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോ ഈ പീഡകൾ മുഴുവൻ സഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണേ. നമ്മളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പാപത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈശോ തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കേട്ടിരിക്കാൻ നമുക്ക് ഒത്തിരി താല്പര്യം ഉണ്ടാകാം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടാകാം. ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇത്ര അത്ഭുതങ്ങൾ നടന്നു എന്നൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ അഗ്നി കത്തുന്നുണ്ടാകാം ആനന്ദം കൊണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ ആനന്ദം. ഈശോ ആനന്ദിക്കുന്ന എവിടെയാണെന്നറിയോ? പാപിയായ ഒരാൾ അയാളുടെ പാപം തിരിച്ചറിഞ്ഞ് ഈശോയിലേക്ക്, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈശോ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാകും ധൂർത്തപുത്രൻ്റെ ഉപമ. സ്വർഗം മുഴുവൻ അവനെക്കുറിച്ച് ആഹ്ലാദിക്കുകയാണ്. ഒരു പാപി തിരിച്ചു വരുമ്പോൾ സ്വർഗം മുഴുവൻ ആഹ്ലാദിക്കുകയാണെന്ന് പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇന്ന് ശുശ്രൂഷ കൂടുന്ന സമയത്ത്, നോമ്പിൻ്റെ സമയത്ത് അനുദപിക്കണം, കുമ്പസാരിക്കണം, പാപങ്ങൾക്ക് പരിഹാരം തേടണം. പാപത്തിന് പരിഹാരമായിട്ട് ചില സഹനങ്ങൾ, ചില ഉപേക്ഷകളൊക്കെ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ തോന്നരുതേ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടല്ലേ, നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ടല്ലേ ഈശോ ഈ പീഡകളൊക്കെ സഹിച്ചത്. അങ്ങനെയെങ്കിൽ ഈ നോമ്പിൻ്റെ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പറ്റിപ്പോയ വീഴ്ചകൾ, അതോർത്ത് ദുഃഖിക്കാനല്ല, ആ വീഴ്ചകളിലും നമ്മളെ പിടിച്ചുയർത്തിയ ഈശോയുടെ സ്നേഹം. ഈ 2 കാര്യങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് നോമ്പ് അനുഗ്രഹമായിട്ട് മാറുക. ഈ വർഷത്തെ നമ്മുടെ ഈസ്റ്ററിന്, വെള്ളിയാഴ്ചയിലൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടവക പള്ളികളിലോ ദേവാലയങ്ങളോ ആശ്രമ ദേവാലയങ്ങളിലൊക്കെ പോയി നമ്മൾ കുമ്പസാരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഈ 4 ദിവസം നിങ്ങൾ വചനം കേൾക്കുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. അനുതാപത്തോടെ, ആ അനുതാപത്തിൽ നിന്ന് കിട്ടുന്ന ഒരഭിഷേകത്തോടെ നമുക്ക് ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷിക്കണം. അതിനാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ, കുറേ ദിവസങ്ങൾ കടന്നുപോയി, ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയാണുള്ളത്. ഏറ്റവും അനുഗ്രഹമായി തീരണം, തിരിച്ചു വരണം. അതാണ് ഈശോ ആവശ്യപ്പെടുക. പരിശുദ്ധാത്മാവ് ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞു തരുന്നു ആ കാര്യം അതാണ്. വീണ്ടും അത് ഹൃദയത്തിലേക്ക് എടുക്കണം. ഇപ്പോഴെങ്കിലും അനുതാപത്തോടെ, ഉപവാസത്തോടെ, ഒരു നിലവിളിയോടെ നീ തിരിച്ചു വാ. നിന്റെ പാപങ്ങളെ ഓർത്ത് നീ പശ്ചാത്തപിക്കുന്ന ഈ വചനം പറയുക. ആ വചനത്തിൻ്റെ തുടർച്ച കണ്ടേ, 13-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. ഈശോയിലേക്ക് തിരിച്ചു പോകാനാ വചനം ആവശ്യപ്പെടുക. നമ്മൾ ഒത്തിരി അകന്നുപോയി, അറിഞ്ഞില്ല, ഇത്ര ദൂരെയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളിൽ, ചിലപ്പോൾ കഴിഞ്ഞ ഈ ഒരു നോമ്പിൻ്റെ ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അതികഠിനമായ തെറ്റുകളിലൊക്കെ വീണ് പോയേക്കാം. ചിലപ്പോൾ വലിയ നിരാശയിലേക്കൊക്കെ വീണ് പോയേക്കാം. ഈശോയെ ഇങ്ങനെ ഒരു ബൈപ്പാസ് ചെയ്ത് ഈശോയെ സൈഡാക്കി വെച്ചിരിക്കുന്ന ഒരു ആത്മീയ ജീവിതം, ഒരു കപട ആത്മീയതയൊക്കെ നമ്മൾ ചിലപ്പോൾ അഭിനയിച്ചിട്ടുണ്ടാകാം. ദിസ് ഈസ് എ ടൈം. ഇപ്പോഴാണ് ഒന്ന് തിരിച്ചു വരാനുള്ളൊരു സമയം. മറ്റൊന്നുമല്ല, അനുദപിക്കുക, ഈശോയിലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ ഹൃദയം നുറുങ്ങട്ടെ. മുമ്പേ ലിയോ മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ എന്തുപേക്ഷിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ഈശോയെ സ്വീകരിച്ചോ എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ തവണ ഈ നോമ്പിന് ഈ സാക്രിഫൈസുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ടത് പാപമാണ്, തിരിച്ചു പിടിക്കേണ്ടത് ഈശോയുടെ സ്നേഹമാണ്, തിരിച്ച് ചെല്ലേണ്ടത് ഈശോയുടെ സാന്നിധ്യത്തിലേക്കാണ്. നിങ്ങളുടെ ഹൃദയം നുറുങ്ങട്ടെ, കേൾക്കുന്ന നമ്മുടെ ഹൃദയം നുറുങ്ങട്ടെ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈദികൻ്റെ ഹൃദയം നുറുങ്ങട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിൻ്റെ ഒരു നോമ്പുകാലം നമുക്കുണ്ടാവട്ടെ. തിരിച്ചറിവിൻ്റെയും തിരിച്ചുവരവിൻ്റെയും നോമ്പുകാലം. വചനത്തിൻ്റെ തുടർച്ച ഇങ്ങനെയാണ്, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും
സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ വഴികൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഈശോ കാരുണ്യം കാണിക്കും. ഈശോ കരുണയോടെ നമ്മളെ തിരിച്ചു പിടിക്കും. നമുക്ക് വീണുപോയ വഴികളിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ചു കയറി വരാൻ പറ്റണം. അതിനുവേണ്ടി ആദ്യത്തെ കാര്യം മനസ്സിലേക്ക് സൂക്ഷിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ മഹനീയമായ വിളി ഒന്ന് തിരിച്ചറിയുക. നമുക്കിപ്പോൾ ദൈവവിളി ലഭിച്ചവരാണ് നമ്മളെല്ലാവരും, അല്ലേ? പൗരോഹിത്യത്തിലേക്ക്, സന്യസ്ത ജീവിതത്തിലേക്ക്, കുടുംബജീവിതം, ഏകസ്ഥ ജീവിതം, ഇങ്ങനെയുള്ള ദൈവവിളിയൊക്കെ നമുക്കുള്ളപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവിളിയാണ് വിശുദ്ധിയിലേക്കുള്ള വിളി, പരിശുദ്ധിയിലേക്കുള്ള വിളി. പൗലോസ്ലീഹ നമ്മളോട് തെസ്സലോനിക്കക്കാർക്ക് കത്തെഴുതുമ്പോൾ പറഞ്ഞു തരുന്നില്ലേ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ ആ ലേഖനത്തിൽ തന്നെ പറയും, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പത്രോസ്ലീഹ തൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ, രണ്ടാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയും, 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണു പോവില്ല. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പറയുന്നതാണ്, അത്ര സീരിയസ് ആയിട്ട് നമ്മളത് എടുക്കണം. 2 പത്രോസ് 1:10 ആ വചനം ഇങ്ങനെ പറയുക, എന്താണ് എൻ്റെ വിളി, എന്താണ് എൻ്റെ തെരഞ്ഞെടുപ്പ്? വിളിച്ചത് കർത്താവാണ്, തെരഞ്ഞെടുത്തത് അവൻ്റെ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണു പോവില്ല. ഈശോയുടെ വിളിയും ഈശോയുടെ ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചതും ഈശോ നമ്മളെ എന്തിലേക്കാണ് തിരഞ്ഞെടുത്തതെന്നും ഒക്കെ നമ്മൾ മറന്നു പോകുമ്പോഴല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ വീഴ്ച സംഭവിക്കുക. ആ വീഴ്ചകളെ ഓർത്തിനി വിഷമിക്കുകയല്ല, തിരിച്ചു വരണം, തിരിച്ചറിയണം. നോമ്പ് തിരിച്ചുവരവിൻ്റെയും തിരിച്ചറിവിൻ്റെയും കാലമാണ്. പത്രോസ്ലീഹയുടെ ഈ ഒരു ലേഖനം, ഈ ഒരു എഴുത്തിൽ നിന്ന് ഒരു കൃപ സ്വീകരിച്ചുകൊണ്ട് ഈ വിളി കിട്ടിയവർ ഈശോയുടെ ശിഷ്യന്മാർ എങ്ങനെ ജീവിക്കണം, എന്താണ് നമുക്കുള്ള യഥാർത്ഥ ദൈവവിളി നിയോഗം എന്നൊക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് പുതിയ നിയമത്തിൽ മർക്കോസ്ലീഹയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം എടുക്കാം. മർക്കോസ് 3 അതിൻ്റെ 13-14 വാക്യങ്ങൾ. കർത്താവ് തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്നൊരു സന്ദർഭത്തെക്കുറിച്ചാണ്. ഇത് ആദ്യത്തെ ആ ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ട് മാത്രം കാണരുത്. ഇന്ന് ഈ നോമ്പിലൂടെ ഈശോ നമുക്കും ഒരു വിളി തരുന്നുണ്ട്, തൻ്റെ ശിഷ്യരായിത്തീരാൻ, തൻ്റെ പ്രിയപ്പെട്ടവരായിത്തീരാൻ. ആ വിളി എന്തിലേക്കുള്ളതാണ്? നല്ല ശ്രദ്ധയോടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. 3-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. നമുക്ക് ഒത്തിരി അധികം വായിച്ചു കേട്ടുള്ള വചനഭാഗമാണ്, ഒത്തിരി ധ്യാനിച്ചിട്ടുള്ള ഒരു വിഷയമാണത്. ഈശോ മലമുകളിലേക്ക് കയറി എന്ത് ചെയ്തു? തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. നമുക്ക് എല്ലാവർക്കും ആ ഒരു ദൈവവിളി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ കേട്ടോണ്ടെങ്കിൽ നിങ്ങളൊരു സന്യസ്തയായിരിക്കാം, ഏകസജീവം നയിക്കുന്ന ഒരാളായിരിക്കാം, വിവാഹിതനായിരിക്കാം, വിവാഹിതയായിരിക്കാം, കുടുംബജീവിതം നയിക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, നിങ്ങളിപ്പോൾ ഒരു ഹോസ്റ്റൽ മുറിയിലായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. കോമൺ ആയിട്ട് ഈശോ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിളിച്ചത്? തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് അവൻ വിളിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെങ്കിലും വെച്ചൊക്കെ ഈശോയുടെ കൃപ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കൂദാശകൾ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വചനം കേട്ട് ഈശോയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഈ വിളി നിങ്ങൾക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് അവൻ വിളിച്ചത്. എൻ്റെയും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ഈശോ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനൊരു പാപത്തിൽ വീണിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ വല്ലാത്തൊരു നിരാശയുടെ കയങ്ങളിൽ വീണ് പോയിട്ടുണ്ടെങ്കിലും, എനിക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ജീവിതാവസ്ഥയിലാണ് ഞാനെങ്കിലും, ഒരു അഡ്രസ്സ്, ഒരു ഐഡൻറ്റിറ്റി എപ്പോഴും നിലനിൽക്കുകയാണ്. അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതമാണ് എൻ്റെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചിലപ്പോൾ തിരിച്ചു കയറി വരാൻ പറ്റാത്തതിൻ്റെ വലിയ കാരണങ്ങളൊന്നും ഇതായിരിക്കാം. എന്നെ കൊള്ളത്തില്ലെന്നോ, എന്നെ ആർക്കും ഇഷ്ടമില്ലെന്നോ, ഞാൻ ശരിയാവില്ലെന്നോ, ഞാൻ എത്ര തീരുമാനം എടുത്തിട്ടോ ഒന്നും കാര്യമില്ല, എത്ര നോമ്പ് നോക്കിയിട്ടും എത്ര കുമ്പസാരിച്ചിട്ടും എത്ര സാക്രിഫൈസുകൾ എടുത്തിട്ടും ശരിയാവില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തോന്നി ഒരുപക്ഷെ തിന്മ അത് തോന്നിപ്പിച്ച് അവസാനം നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നും. ചിലപ്പോൾ ഒത്തിരി കുമ്പസാരിച്ച് കാണുവേ, ഒരേ പാപം തന്നെ പറഞ്ഞിട്ടുണ്ടാവും പലതവണയും. അവസാനം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വരികയാണ്, ഞാൻ എത്ര കുമ്പസാരിച്ചിട്ടും എത്ര അനുദപിച്ചിട്ടും കാര്യമില്ല, എത്ര ധ്യാനം കൂടിയിട്ടും കാര്യമില്ല, ഞാൻ നന്നാവില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വരും. അങ്ങനെ ആ ചിന്ത കൂടി വന്ന് എന്നാ സംഭവിക്കുന്നത്? ഒരു ഇഷ്ടക്കേട് നമുക്ക് നമ്മളോട് തന്നെ തോന്നുകയാണ്. മറ്റുള്ളവർക്ക് നമ്മളോട് തോന്നുന്നില്ല എന്നുള്ളതല്ല, എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നുകയാണ്. എന്നെ കൊള്ളത്തില്ല, ഞാൻ ശരിയാവില്ല എന്നൊരു വിധികൽപ്പന നമ്മുടെ മേലെ നടത്തുകയാണ്. അവിടെ നിന്ന് കയറി വരാൻ, ആ കുഴിയിൽ നിന്ന് കയറി വരാനുള്ള ആദ്യത്തെ ബോധ്യം ഇതാണ്, നിനക്കൊരു ദൈവവിളി കിട്ടിയിട്ടുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ,
അങ്ങനെ ഒരു വാക്യം പറയുന്നത് തന്നെ അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രയോ ആയിരക്കണക്കിന് തവണ നമ്മൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെ പറയാണ്, ഒരു തവണയെങ്കിലും അത് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തിരിച്ചറിയുക, അവൻ വിളിച്ചിട്ടുണ്ട്. അവൻ വിളിച്ചത് തനിക്ക് ഇഷ്ടമുള്ളവരെയാണ്. ആൻഡ് എന്തിലേക്കാണ് വിളിച്ചത്? ഇഷ്ടമുള്ളവരെ അവൻ വിളിച്ചത് എന്തിനാണ്? ഒന്നാമത്തെ കാര്യം, തൻ്റെ കൂടെ ആയിരിക്കാൻ. പത്രോസ് ശ്ലീഹ പറഞ്ഞ കാര്യം മനസ്സിലോർക്കണേ. നിങ്ങളുടെ വിളി, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയാണ് ആ വിളി എന്താണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ അത് നമുക്കൊരു ബോധ്യം തരികയാണ്. എന്നെ വിളിച്ചത് ഈശോയുടെ കൂടെ ആയിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രഘോഷണം, അത് കഴിഞ്ഞാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. നമ്മുടെ വിളി, നമ്മുടെ നിയോഗം ഈശോയുടെ കൂടെ ആയിരിക്കാനാണ്. ആദ്യത്തെ അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് അവർ ഈശോയുടെ പിന്നാലെ പോകുന്നത്. മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ സമയം പോലെ പിന്നീട് എടുത്ത് വായിച്ചു നോക്കണം. അവർ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച്, അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് അവർ ഈശോയുടെ പിന്നാലെ പോവാണ്. കാരണം എന്താ? അവർക്കറിയാം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിളി ഉപേക്ഷിച്ച് കളയുന്നതിനേക്കാൾ മൂല്യമേറിയതാണ്. ഉപേക്ഷിച്ച് കളയുന്നത് വള്ളമായിരിക്കാം, ഉപേക്ഷിക്കുന്നത് വലയായിരിക്കാം, പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നത് ഈശോയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു വിളിയാണ്. ഉപേക്ഷിച്ച് കളയുന്നതിനെ അല്ല, സ്വീകരിക്കുന്നതാണ്, ഈശോയെ സ്വീകരിക്കുന്നതാണ് ഈ നോമ്പിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. അവർ വള്ളവും വലയും ഉപേക്ഷിച്ചു, പകരം ഈശോയുടെ കൂടെ ആയിരിക്കുന്നത് അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു. ലൂക്കാ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. പത്രോസ് ശ്ലീഹ വല നിറയെ മത്സ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, വള്ളം നിറയെ മത്സ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ആ നിറഞ്ഞു നിൽക്കുന്ന വള്ളത്തിലേക്കും വലയിലേക്കും അല്ല നോക്കിയത്. ഈശോ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പാപിയായ എന്നിൽ നിന്ന് അകന്നു പോകണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈശോ അനുഗമിക്കാൻ പറയുമ്പോൾ പത്രോസ് ശ്ലീഹ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും. ലൂക്കാ 5:11 നമ്മളങ്ങനെ വായിക്കുക. എല്ലാം ഉപേക്ഷിച്ച് അവർ അവൻ്റെ പിന്നാലെ പോയി. മറ്റൊരു ഉദാഹരണം നമുക്ക് എടുത്താൽ ലൂക്കാ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 5-ാമത്തെ അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. ലൂക്കാ 5:27-28 വാക്യങ്ങൾ മത്തായിയെ വിളിക്കുന്ന സന്ദർഭമാണ്, ലേവിയെ വിളിക്കുന്ന സന്ദർഭം. വചനം ഇങ്ങനെയാണ്: ഇതിന് ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് ഈശോ അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. നോക്കിയത് വചനം മുഴുവൻ നമ്മൾ വായിക്കും, പ്രത്യേകിച്ച് സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണും എല്ലാ ശിഷ്യന്മാരും ഈശോയെ തിരിച്ചറിഞ്ഞ ശേഷം, ഈശോയെ കിട്ടുമെന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ട് അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. ഈശോ പറഞ്ഞ സുന്ദരമായ ഒരു ഉപമയില്ലേ, ഈ വയൽ വിൽക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്. നിധി കണ്ടെത്തിയവൻ വയൽ വിൽക്കുന്നതല്ല, എല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുകയാണ്. കാരണം അതിനുള്ളിൽ എന്തുണ്ട്? നിധിയുണ്ട്. നിധി കണ്ടെത്തിയവന് ബാക്കിയെല്ലാം വെറുതെയാണ്. ഈശോയാകുന്ന നിധിയെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ബാക്കിയെല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം. ഒന്നും ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയാകുന്ന നിധി നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളിപ്പോഴും പലതിലുമൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. ചിലതിൽ നിന്നൊന്നും പിടിവിടാൻ തയ്യാറല്ല. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ത്യാഗം ഇതിൽ നിന്നൊക്കെ പിടിവിട്ട് ഈശോയാകുന്ന നിധിയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ നിധി കണ്ടെത്തുക എന്നുള്ളതാണ്. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ത്യാഗവും ശിഷ്യത്വത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും നിധിയാകുന്ന ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള വിളി, എനിക്കുള്ള വിളി. മറ്റൊന്നും നമുക്ക് ആനന്ദമായിട്ട് മാറരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ കിട്ടുന്നത് ആനന്ദമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം. ആ ആനന്ദമാണ് നമ്മുടെ ശിഷ്യത്വത്തെ, ഒരു ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുക. നമുക്ക് സങ്കീർത്തനം 73:28 ആസാഫ് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദിസ് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് ജോയ് ടു ബി വിത്ത് മൈ ലോഡ്. എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആനന്ദം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയങ്ങളൊന്നാണത്. എനിക്ക് ഉപേക്ഷിച്ച് കളഞ്ഞതിലേക്കോ അവിടുന്ന് ആ പിടിവിട്ട് ഞാൻ കളഞ്ഞതിലേക്കോ ഒന്നും തിരിച്ചു പോകാതെ എന്നെ മുറുകെ പിടിക്കുന്ന എൻ്റെ ഈശോയോട് ചേർന്നിരിക്കുക. അതും ഏത് സാഹചര്യങ്ങളിലാണ്? ഇപ്പം എല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഈശോയെ ഒത്തിരി സഹനങ്ങൾ വരികയാണ്, ഒത്തിരി വേദനകൾ വരികയാണ്, ഓരോ ദിവസവും പരീക്ഷണങ്ങൾ വരികയാണ്. ഞാൻ ഈ നോമ്പിൽ ഒത്തിരി ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടും ചില സാക്രിഫൈസുകളൊക്കെ എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടും പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങളൊന്നും മാറുന്നില്ല, അനുകൂലമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും, സന്തോഷത്തിൻ്റെ ദിവസങ്ങളായാലും ദുഃഖത്തിൻ്റെ ദിവസങ്ങളായാലും,
നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോഴും രോഗങ്ങളുള്ളപ്പോഴും ഏത് സമയവും ഈശോയോട് ചേർന്ന് നിൽക്കുക, അത് നമ്മുടെ ആനന്ദമായിട്ട് മാറുക. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, ഇതാണ് യഥാർത്ഥ ദൈവവിളി. നമുക്ക് വരാം സഹനങ്ങളല്ലേ, നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ വരാം. ഈ ചിലപ്പോൾ ഒരു ശൂന്യത നമ്മുടെ മുമ്പിൽ വന്നേക്കാം, വല്ലാത്ത സഹനങ്ങൾ വന്നേക്കാം, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം, പെട്ടെന്ന് നാണം കെട്ട് പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. പക്ഷെ എന്ത് സംഭവിച്ചാലും ഈ ഈശോയിൽ നിന്ന് ഞാൻ അകന്നു പോവില്ല എന്നൊരു തീരുമാനം എടുക്കുക. പ്രാർത്ഥന ഗാനത്തിലൊക്കെ നമ്മളിങ്ങനെ പാടുന്നില്ലേ, ആ കുരിശിൻ്റെ നിഴലിൽ നിന്ന് ഞാൻ അകന്നു പോവില്ല. എനിക്ക് തണലായി നിന്ന് വെയിൽ കൊള്ളുന്ന ഈശോയുടെ കുരിശിൻ്റെ ആ തണലിൽ നിന്ന് ഞാനൊരിക്കലും അകന്നു പോവില്ല. പൗലോസ്ലീഹയൊക്കെ ഇത് സുന്ദരമായിട്ട് പറയുന്നില്ലേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിളി കിട്ടിയവരാണ് നമ്മൾ. ആ വിളി എന്താണെന്ന് മുമ്പേ പറഞ്ഞു, ഈശോയോട് ചേർന്നിരിക്കുക. ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, ഈശോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മളെ പ്രലോഭിപ്പിക്കുന്ന വേദനകൾ വന്നേക്കാം, പരീക്ഷണങ്ങൾ വന്നേക്കാം, പ്രതികൂല സാഹചര്യങ്ങൾ വന്നേക്കാം, നാണക്കേട് വന്നേക്കാം, ഇരുട്ട് വന്നേക്കാം. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ നമ്മുടെ ചുറ്റും നിന്ന് നമുക്ക് അത്രയും കളിയാക്കലുകൾ വന്നേക്കാം. നീ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതെന്ന് ചോദിച്ച് ചിലപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ കളിയാക്കുന്ന അനുഭവങ്ങൾ വന്നേക്കാം. ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് വീണ്ടും പ്രതീക്ഷിക്കാത്ത അപകടങ്ങളിലേക്ക്, അബദ്ധങ്ങളിലേക്ക്, കണ്ണുനീരുകളിലേക്കൊക്കെ പോകുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം. എന്തു വന്നാലും, രോഗം വന്നാലും, സങ്കടങ്ങൾ വന്നാലും, സഹനം വന്നാലും ഈശോയിൽ നിന്ന് അകന്നു പോവില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് നിൻ്റെ ഡിസൈപ്പിൾഷിപ്പ്, നിൻ്റെ ശിഷ്യത്വത്തെ സ്വർഗം അപ്രൂവ് ചെയ്ത് തരിക. പഴയ നിയമത്തിൽ നമ്മൾ ഈ സഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്ന ഒരാളല്ലേ ജോബ്. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. 42 അധ്യായങ്ങളുള്ള സുന്ദരമായൊരു പുസ്തകമാണ്. ജോബ് ഇങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തും പറയുന്നുണ്ട്, എനിക്ക് എന്നാ സംഭവിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോവില്ല. വിളി കിട്ടിയവന് വെല്ലുവിളികളും വരാം, പക്ഷെ ആ വെല്ലുവിളികൾ ഒരിക്കലും അവൻ്റെ വിളിയെ, ആ വിളിയുടെ സൗന്ദര്യത്തെ, ആ മാറ്റ് കുറച്ച് കളയില്ല. ഉറപ്പാണ്, നിങ്ങൾ ഈശോയെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങൾ ഈശോയോട് ചേർന്ന് നിന്നാലും ചേർന്നില്ലെങ്കിലും വെല്ലുവിളികൾ വരാം. പക്ഷെ വിളി കിട്ടിയവന് ഈ വെല്ലുവിളികൾ ഒരു പ്രശ്നമല്ല. അവൻ ആ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകും. എങ്ങനെ വെല്ലുവിളികളെ അതിജീവിക്കും? ഈശോയെ, ഇതല്ല, ഇതിനപ്പുറത്തേക്കുള്ള ഒരു അഗ്നി പരീക്ഷണങ്ങൾ എനിക്കുണ്ടായാലും ഞാൻ നിൻ്റെ അടുത്തുനിന്ന് അകന്നു പോവില്ല, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. സങ്കീർത്തനം 73:28 എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആനന്ദത്തിൽ വേണം നമുക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ. ആ ആനന്ദത്തിൽ വേണം ദൈവവിളി തിരിച്ചറിഞ്ഞ് വെല്ലുവിളികളെ നമ്മൾ അതിജീവിക്കാൻ. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമില്ലേ, ജോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങൾ ബൈബിളൊന്ന് എടുത്ത് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ എൻ്റെ പക്ഷത്ത് ഞാൻ കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ജോബ് വിളിച്ചു പറയുകയാണ്. വചനം ശ്രദ്ധിച്ചോ, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ഒത്തിരി സഹനങ്ങളുടെ ഒരു തീക്കകത്ത് കിടന്നുകൊണ്ടാണ് ജോബ് ഇത് പറയണത്. കർത്താവിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി 100 കണക്കിന് കാരണങ്ങളാണ്. കൂടെ നിന്ന ഭാര്യ പോലും പറയുന്നുണ്ട്, നീ ദൈവത്തെ തള്ളി പറഞ്ഞു പോയി മരിക്കാൻ പറയുന്നുണ്ട്, എന്തിനാ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ജോബ് പറയാണ്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് നിലകൊള്ളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി നിലകൊള്ളും. ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരിക്കൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച എന്നെ ഈ സഹനങ്ങളിൽ എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല. ഇപ്പം ഞാനൊരു ഇരുട്ടിലാണെങ്കിലും, ഇപ്പം ഞാനൊരു പടുകുഴിയിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നിലകൊള്ളും. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അവിടുത്തെ എൻ്റെ പക്ഷത്ത് ഞാൻ കാണും. എൻ്റെ കൂടെ കർത്താവ് നിൽക്കുമെന്ന്. എന്തായാലും ആ ഒരു വിശ്വാസം ജോബിനെന്നറിയോ? ജോബ് കർത്താവിൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് ജോബിന് ഒരു ഉറപ്പായിരുന്നു, എന്ത് സഹനത്തിലും കർത്താവ് അവൻ്റെ കൂടെ നിൽക്കുമെന്ന്. നോമ്പ് തിരിച്ചറിവിൻ്റെ സമയമാണ്. എന്ത് സംഭവിച്ചാലും അവൻ നിൻ്റെ കൂടെ നിൽക്കുമെന്നും, നോമ്പ് തിരിച്ച് വരവിൻ്റെ കാലമാണ്. അവൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് നീ അവൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലണമെന്നും ബോധ്യം തരുന്ന സമയമാണ് ഈ നോമ്പിൻ്റെ സമയം. ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവസാനം വരെ അവൻ നിനക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരാളിലേക്ക് ആശ്രയത്തിന് പോകാതെ, ഒരു പ്രലോഭനങ്ങളിലേക്ക് വീണു പോവാതെ ഈ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ, അങ്ങനെ ഈശോയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ സ്പെഷ്യലായ ചില വിളികൾ കിട്ടിയവർ, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവർ എന്ന് വെച്ചാൽ ആരാ? മാമോദീസ ജലം ശിരസിൽ വീണ ഓരോരുത്തർക്കും ഈ ദൈവവിളി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്രലോഭനം ഉണ്ടാവും, തൽക്കാലം കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചെല്ലാം,
വർഷത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് കുമ്പസാരിക്കാം, കുറച്ച് നന്മകളൊക്കെ ഇങ്ങ് ചെയ്ത് അല്പം ബൈബിളൊക്കെ വായിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന ലേബലൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് അങ്ങനെ പോകാമെന്ന്. വലിയ അപകടമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ദൈവവിളിയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും, തീക്ഷ്ണതയുള്ളവരായിരിക്കും എന്നാണ് പത്രോസ്ലേഖ പറയുക. നമുക്കിങ്ങനെ ഒരു ദൈവവിളി കിട്ടി, വിശുദ്ധിയിലേക്കുള്ള വിളി, ഒരു ക്രിസ്ത്യാനി ആവാനുള്ള വിളി, കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാനുള്ള വിളി. അതിൽ നമ്മൾ വലിയ ബദ്ധശ്രദ്ധരായിരിക്കണം, തീക്ഷ്ണതയുള്ളവരായിരിക്കണം. ഇങ്ങനെ ഒരു ലാഘവ ബുദ്ധിയോടെ ഒരു ഒഴുക്കുന്ന മട്ടിലുള്ള ഒരു ആത്മീയത നമ്മൾ ജീവിച്ചാൽ വലിയ അപകടം നമ്മുടെ മുമ്പിലുണ്ടാവും. നമ്മളിപ്പോൾ ഈ വായിച്ച വചനങ്ങളൊക്കെ ഓർത്തെ പത്രോസ്ലേഖ നമ്മളോട് പറഞ്ഞത് ശ്രദ്ധിക്കണമെന്ന്. അതേ പത്രോസ്ലേഖയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ പിന്നാലെ പോയത്. ഈ പത്രോസ്ലേഖയുടെ ജീവിതം തന്നെ നമ്മളൊന്ന് എടുത്ത് ഒന്ന് ധ്യാന വിഷയമാക്കിയാൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പത്രോസ്ലേഖ. നമ്മൾ കണ്ടില്ലേ ലൂക്ക 5:11 എല്ലാം ഉപേക്ഷിച്ച് പുറകെ പോയതാണ്. വിശ്വാസം പ്രഖ്യാപിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 16:16 ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ശിഷ്യപ്രമുഖനായ പത്രോസ്ലേഖ പറയുന്നത്, ഇതാ ലോകം മുഴുവനെയും മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു സത്യം ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാ സുവിശേഷത്തിൽ തന്നെ പത്രോസ്ലേഖയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ വചനഭാഗം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ലൂക്ക 22:54 വാക്യം പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലിനെ കുറിച്ചുള്ള ഭാഗമാണ്. സമയമെടുത്തത് പിന്നീട് വായിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. ലൂക്ക 22:54 അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. വായിച്ചിട്ടുള്ള വചനമല്ലേ, ഒത്തിരി ധ്യാനിച്ച വിഷയങ്ങളല്ലേ. അവനെ അനുഗമിച്ചിരുന്നു, ഈശോയെ അനുഗമിച്ചു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വിളിക്കപ്പെട്ടത് കൂടെ ആയിരിക്കാനാണ്, പുറകെ നടക്കാനാണ്, അനുഗമിക്കാനാണ്. ലൂക്ക 9:23 ഈശോ പറയുന്നുണ്ട്, കുരിശൊക്കെ എടുത്ത് എൻ്റെ പിന്നാലെ വരണം. ഇതെല്ലാം തയ്യാറാണ്. പത്രോസ്ലീഹ വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പല നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഒറ്റയടിക്കങ്ങ് വീഴുകയായിരുന്നില്ല, പല സ്റ്റെപ്പുകളാണ്. നമുക്ക് മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം എടുക്കാം. ആ ഒരു വചനഭാഗം തന്നെ ധ്യാനിച്ചാൽ നമുക്കിതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യം കിട്ടുമെന്ന് കരുതുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം ബൈബിളൊന്ന് തുറന്ന് അടുത്ത് വെച്ചേക്കുക. ഇതിലെ കുറച്ച് വചനഭാഗങ്ങൾ തന്നെ നമുക്കൊന്ന് പത്രോസിലേക്ക് വന്നുപോയ ഒരു അബദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. 26-ാമത്തെ അധ്യായത്തിൽ എൻ്റെ 69 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുക. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ബൈബിളിൽ നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് അതൊന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യണേ. 26-69 ഇങ്ങനെയാണ്. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച്, നീയും ആ ഗലീലിയക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. വചനം മനസ്സിലായല്ലോ. പത്രോസ്ലീഹായോട് ഒരാൾ വന്നിട്ടൊരു ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നൊരു വീഴ്ചയല്ല, ആവർത്തിച്ച് ചെയ്യുന്ന ഒരു വീഴ്ചകളുടെ ഒരു ഘോഷയാത്രയാണ് അവസാനം നമ്മളെ ക്രിസ്തുവിനെ മുഴുവനായും തള്ളിപ്പറഞ്ഞ് നരകം ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുക. പത്രോസിലേക്ക് പറ്റിയ എന്താണ്? ആദ്യത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, അകലെയായി അനുഗമിച്ചു. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അകലെ അനുഗമിച്ചവന് ഇനി പുറത്തോട്ടുള്ള വഴികളാണ് തുറന്നു കിട്ടുക. ഈശോയെ അനുഗമിച്ചു എന്ന് പറയുമ്പോഴും അകലെ അനുഗമിച്ചു. അടുത്ത സ്റ്റെപ്പ് സംഭവിക്കുന്നതാണ്, ഈശോ തൻ്റെ വലിയ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോവാണ്. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈശോയുടെ അടുത്ത് നിൽക്കേണ്ടവൻ ഇപ്പോൾ അകലെ അനുഗമിക്കുകയാണ്. പക്ഷേ അകലെ അനുഗമിച്ചവന് സംഭവിച്ചെന്താണ്? പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ക്രിസ്തുവിൽ നിന്ന് അകന്നു. മനസ്സ് മാത്രമല്ല, ഹൃദയം മാത്രമല്ല, ഇതാ ശരീരവും കൂടെ അകലെയാണ്. ടോട്ടലി എവേ ഫ്രം ഹിം. അകലെ അനുഗമിച്ച് പതുക്കെ ഇപ്പം പുറത്തായി. ഈ പുറത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീഴ്ച നമുക്കുണ്ടാകുമ്പോഴും ഈശോയുടെ കരവും ആ വീഴ്ചയിലേക്ക് അതേ സമയം നീളുന്നുണ്ട്. നമ്മൾ ഓർത്ത് നോക്കിയേ, ചിലപ്പോൾ വലിയ അപകടത്തിൽ നിന്നൊക്കെ, വലിയ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നൊക്കെ അത്ഭുതകരമായ വിധത്തിൽ ഈശോ ഇടപെട്ട് മാനസാന്തരങ്ങൾ സംഭവിച്ച മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടില്ലേ? വലിയ കൊലപാതകം ചെയ്ത് നടന്നവർ, വലിയ ലഹരിക്ക് പിടിക്കപ്പെട്ടു പോയവർ. ഇതിനൊക്കെ ഒരിക്കലും മാനസാന്തരം സാധ്യമല്ല. ചിലപ്പോൾ നമ്മൾ ലോകം തന്നെ എഴുതി കാണും, ഇവരൊന്നും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യർ ചിലപ്പോൾ ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ജീവിതം മുഴുവൻ ടോട്ടലി ഒന്ന് മാറിയത് കണ്ടിട്ടില്ലേ? എന്താ കാര്യം എന്നറിയോ? ഒരു തവണ നീ വീഴുമ്പോൾ അതേ സമയം തന്നെ നിന്നെ പിടിച്ചു കയറ്റാനുള്ള ഈശോയുടെ കൈയുടെ നീളവും കൂടുകയാണ്. ഒരു തവണ നീ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അകലുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി അതേ സമയം തന്നെ ഈശോയുടെ ഹൃദയം കുറച്ചുകൂടെ വിശാലമാവുകയാണ്. നമ്മളൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല, വിശ്വസിക്കാൻ പോലും പറ്റില്ല. പത്രോസ് ഒരു തവണ വീണ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇതാ ഈശോ ഒരു അവസരം കൊടുക്കുകയാണ്, സ്വർഗ്ഗം ഒരു അവസരം കൊടുക്കുകയാണ്. എന്താണ് അവസരം? ഒരു പരിചാരിക വന്ന് അവനോട് പറയാണ്, നീ അവൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്ന് വെച്ചാൽ വഴിയിൽ നിൽക്കുന്ന ഒരാൾ പോലും ചിലപ്പോൾ നമുക്കൊരു ബോധ്യമായിട്ട്, ഒരു സുവിശേഷമായിട്ട് മാറാം. നീ ആരാണെന്ന് തിരിച്ചറിയുക, നിൻ്റെ വിളി എന്താണെന്ന് നീ ഓർക്കണം. ആ പരിചാരിക വന്നിട്ട് പത്രോസിനെ അറസ്റ്റ് ചെയ്യാനുള്ള വഴി തുറന്നു കൊടുക്കുമെന്നല്ല, അവനൊരു ബോധ്യം കൊടുക്കുകയാണ്. പത്രോസിനെ പേടിച്ചോടുമായിരിക്കും അവിടുന്ന്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂചനകളെല്ലാം
ക്രിസ്തുവിൽ നിന്ന് ഓടി ഒളിക്കാനുള്ളതല്ല. ഓരോ സൂചനയും നിന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളാണ്. ആ സൂചന ചിലപ്പോൾ ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വന്നേക്കാം, ആ സൂചന ഒരു ഭയത്തിൻ്റെ രൂപത്തിൽ വന്നേക്കാം, ആ സൂചന ഒരു പരാജയത്തിൻ്റെ രൂപത്തിൽ വന്നേക്കാം. ഈ അപകടമോ രോഗമോ പരാജയമോ വരുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ഈശോയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു നടയായിട്ട് ഇതിനെ കണ്ട് കയറി ഈശോയുടെ ഹൃദയത്തിലേക്ക് പോന്നേക്കണം. പത്രോസിൻ്റെ മുമ്പിൽ വന്ന് ഈ പരിചാരിക വന്ന് ശരിക്കും പറഞ്ഞാൽ പത്രോസിനെ ചോദ്യം ചെയ്യുകയല്ല, കളിയാക്കുകയല്ല, നിന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയല്ല, ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസേ, നീ ആരാണ്? നീ യേശുവിൻ്റെ കൂടെ ഉള്ളവനാണ്. റിയലൈസ് ദിസ്. നീ മിറ്റത്തിരിക്കേണ്ടവനല്ല, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് അവൻ്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കേണ്ടവനാണ് നീ. കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടവനാണ് നീ. പക്ഷെ നീ ഇപ്പോൾ അവനിൽ നിന്നകന്ന് ഇപ്പോൾ ഇരിക്കുന്നത് പുറത്താണ്. അകലെയായ നീ ഇപ്പോൾ പുറത്തിരിക്കുന്നു. നീ ഓർക്കണം, നീ യേശുവിൻ്റെ കൂടെ ഉള്ളവനാണ്. ആ ഒരു ആംഗിളിൽ, ആ ഒരു ടോണിൽ ആ വചനം ഒന്ന് വായിച്ചു നോക്കണേ. പരിചാരിക വന്നിട്ട് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്, പത്രോസേ, നീയും അവൻ്റെ കൂടെയുള്ളതാണ്, ഇവിടെ ഇരിക്കേണ്ടവനല്ല. വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച്, നീയും ആ ഗലീലിയക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബോധ്യം കിട്ടുന്ന സമയത്ത് ആ ഫസ്റ്റ് അവസരത്തിൽ കയറിപ്പോരുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി കുമ്പസാരത്തിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഒത്തിരി ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നുണ്ട്, എത്രയോ കൺവെൻഷനുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, എത്രയോ തവണ കർത്താവ് നമുക്ക് തിരിച്ചു വരാൻ തിരിച്ചറിവിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയാണ്. ചിലപ്പോൾ അപ്പോഴും ഈശോയെ വേണ്ട എന്ന് ചിലപ്പോൾ വളരെ ഓപ്പണായിട്ട് ചിലപ്പോൾ തള്ളി പറയുന്ന സമയങ്ങൾ വരാം. പത്രോസിൽ അങ്ങനെ തള്ളി പറയുകയാണ് അവിടെ വെച്ചിട്ട്. തള്ളി പറയുന്നത് ചെറിയ കാര്യത്തിലൊന്നുമല്ല. അടുത്ത വാക്യം വായിച്ചേ, 70-ാം വാക്യം. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുൻപാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു. നീ പറയുന്നത് എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, പത്രോസിലേക്ക് മനസ്സിലാവാത്ത എന്ത് കാര്യമാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഗലീലിയക്കാരൻ യേശു, ഈ സ്ഥലവും അറിയാം, മീൻ പിടിച്ച് നടന്ന സ്ഥലമാണ്, യേശുവിനെയും അറിയാം, അവൻ്റെ കൂടെ മരിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ്. അവന് മനസ്സിലാവാത്ത, ഇല്ലെങ്കിൽ അവന് മനസ്സിലാവണ്ട എന്ന് അവൻ ആഗ്രഹിച്ചൊരു കാര്യം, ഞാൻ ഈശോയുടെ കൂടെയാണ് എന്നുള്ള ആ ഒരു കാര്യം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മറക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഓർത്ത് നോക്കിയേ, ഞാനോ നിങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വീണുപോയ പാപങ്ങളുടെ കണക്കെടുത്താൽ എന്തുകൊണ്ട് ഈ പാപം ചെയ്തു, എന്തുകൊണ്ട് ഇത്രയും വലിയൊരു തെറ്റിലേക്ക് പോയി, ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ആരുടെ കൂടെയാണ്? ഞാൻ ഈശോയുടെ കൂടെയാണ്, ഈശോയുടെ കൂടെ ഉള്ളവനാണ് ഞാൻ, ഉള്ളവളാണ് ഞാൻ എന്നുള്ള ആ ഒരു കാര്യത്തെ നമ്മളൊന്ന് ബൈപ്പാസ് ചെയ്തപ്പോൾ, മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയ സമയത്താണ് നമുക്ക് ഈ തെറ്റ് പറ്റിയത്. ചിലപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു വൈദികൻ എന്ന എൻ്റെ ഒരു ഐഡൻറ്റിറ്റി പുറത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മറച്ചു പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ വൈദികനാണെന്ന് ആരും തിരിച്ചറിയേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ചില മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ്, വേഷവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ എന്നെ തന്നെ, എൻ്റെ ഐഡൻറ്റിറ്റിയെ, വൈദികൻ എന്നൊരു ഐഡൻറ്റിറ്റി അല്ല, ആ വൈദികനായ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കേണ്ടവനാണെന്നുള്ള ഐഡൻറ്റിറ്റി മറച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും എൻ്റെ ഈശോയ്ക്കും എൻ്റെ സഭയ്ക്കും നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റുക. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിച്ച്, ഒരു ക്രിസ്ത്യാനി എന്ന ഒരു ലേബൽ, ഒരു പോസിറ്റീവ് ലേബൽ, ക്രിസ്തുവിൻ്റെ രക്തം വീണ് ശുഭ്രവസ്ത്രധാരികളായി വിളിക്കപ്പെട്ട നമ്മൾ ആ ക്രിസ്ത്യാനി എന്ന ഐഡൻറ്റിറ്റി മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കോളേജുകളിലായിരിക്കാം, നമ്മുടെ ഹോസ്റ്റൽ മുറികളിലായിരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഈ രാജ്യക്കാരെന്ത് വിചാരിക്കും. ഇവിടെ ആയിരിക്കുമ്പോൾ ഭയങ്കര ഭക്തിയും, പുറത്തു രാജ്യത്ത് ചെല്ലുമ്പോഴത്തേനും പിന്നെ ഈശോയെ തന്നെ തള്ളിപ്പറഞ്ഞ് നടക്കുന്ന ഒരു ക്രിസ്ത്യാനി എന്ന ഒരു ഐഡൻറ്റിറ്റി വെക്കാനൊരു ധൈര്യമോ ഒരു ആത്മവിശ്വാസമോ ബേസിക്കായൊരു വിശ്വാസം പോലും ഇല്ലാതെ ചിലപ്പോൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലില്ലേ? നിങ്ങൾക്കോ എനിക്കോ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ ദിസ് ഈസ് എ വേക്കപ്പ് കോൾ. കർത്താവ് നിന്നെ വിളിക്കുകയാണ്, എന്നെ വിളിക്കുകയാണ്, മോനെ ഇപ്പോൾ വാ, മോളെ ഇപ്പോൾ വാ, ഇപ്പോഴെങ്കിലും നിൻ്റെ ഹൃദയം നുറുങ്ങി നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വാ. നിനക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി എനിക്ക് തരാൻ പറ്റുന്ന ആ ഒരു സ്നേഹം വേറെ ആർക്കും തരാൻ പറ്റില്ല. നിൻ്റെ ഹൃദയം മുറിച്ച് കൊടുക്കല്ലേ, അത് അപകടമായി മാറുമെന്ന് ഈശോ ഇതാ ഒരു സൂചന തരികയാണ്. അകലെയായ നീ ഇപ്പം മിറ്റത്തായ നീ പുറന്തള്ളപ്പെടും. ആ സ്നേഹത്തിൽ നീ ഇറങ്ങിപ്പോകേണ്ടി വരും. സ്വന്തം ഐഡൻറ്റിറ്റി, സ്വന്തം വിളി ഉറപ്പിച്ചില്ലെങ്കിൽ അപകടമായി മാറും. ഇത് നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് പത്രോസ്ലീഹ പിന്നീട് തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, വിളി ഉറപ്പിക്കണേ, തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കണേ. ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടൊരു പരിചാരികയുടെ മുമ്പിൽ, ആ ജനത്തിൻ്റെ മുമ്പിൽ നീ പറയുന്നത് എന്നാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു എന്ന് പറഞ്ഞ് പത്രോസ്ലീഹ നമ്മുടെ മുമ്പിൽ കുമ്പസാരിക്കുകയാണ്. തിരിച്ചറിവിന് വേണ്ടി, നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ സ്റ്റെപ്പിൽ വീഴ്ച അവിടെയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ അപകടം കൂടിയതാണ്. ഈശോയിൽ നകന്ന് മിറ്റത്തെത്തിയ പത്രോസ് അടുത്തൊരു തള്ളിപ്പറച്ചിൽ ഒരുങ്ങാണ്.
ഞാൻ ആരാണെന്നോ എന്തിലേക്കാണ് വിളിക്കപ്പെട്ടതെന്നോ എനിക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ ആ ദൈവവിളിയെ, ആ ദൈവത്തെ ചോദ്യം ചെയ്ത, ആ ദൈവത്തെ തള്ളിപ്പറയുന്ന പത്രോസ് അടുത്തൊരു സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ശ്രദ്ധിക്കണേ. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ തന്നെ 71-ാമത്തെ വാക്യം, 69-70 നമ്മളിപ്പോൾ വായിച്ചത്. 71, അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസറായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നു. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ കാര്യം, വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ്. ഒരു പരിചാരിക വന്നിട്ട് പറയാണ്, ഇവനും ഈശോയുടെ കൂടെ ഉള്ളതാണ്. നമുക്ക് എത്രയോ അവസരങ്ങളാണ്. മുമ്പേ പറഞ്ഞ അതേ കാര്യമാണ്. വീണ്ടും വീണ്ടും അവസരങ്ങൾ തരികയാണ്. ഒരാൾ നേരിട്ട് വന്ന് പറയുന്നു, നീ ശ്രദ്ധിക്കണേ, അപകടത്തിലേക്കാണ് നീ പോകുന്നത്. ചിലപ്പോൾ ഒരു വൈദികനായിരിക്കും, ഒരു സന്യസ്തയായിരിക്കും, നിങ്ങളോട് വന്ന് പറയുന്നുണ്ടോ, മോനെ ഇത് ശരിയല്ലടാ, ഇത് ശരിയല്ലടി, നീ ഒന്ന് തിരിച്ചു വാ, അപകടമാണ് മോനെ, അപകടമാണ് മോളെ, ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോകും. നാളെ വീണ്ടും ചിലപ്പോൾ പറയും, മറ്റുള്ളവരിലൂടെ പറയും. ഒരു ധ്യാനത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയും, നീ ഓർക്കണേ, നീ ഈശോടെയാണ്, നീ ഈശോയുടെ കൂടെ നിൽക്കേണ്ടവളാണ്, നീ ഇങ്ങനെ പോവല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കേൾക്കുന്ന വാണിങ്ങളൊക്കെ അവഗണിക്കുന്നവരാണ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോവുക. സൂചനകൾ കിട്ടിയിട്ടും തിരിച്ചു വരാത്തവരാണ് ദൂരങ്ങളിലേക്ക് അകന്നകന്ന് പോവുക. നമ്മളിങ്ങനെ വായിച്ചിട്ടില്ലേ, നിങ്ങളൊരു യാത്ര പോവുകയാണ്, ഒരു ട്രെയിനിൽ നിങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി, പോവേണ്ട ട്രെയിൻ മാറിപ്പോയി, നിങ്ങൾക്ക് പോകേണ്ട യാത്ര തെറ്റായ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ഏറ്റവും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയില്ലെങ്കിൽ തിരിച്ചു വരവിൻ്റെ സമയം വീണ്ടും കൂടും, നിങ്ങൾ അകലുന്ന ദൂരവും കൂടും, ലക്ഷ്യം എത്താതെ പോകും. സൂചനകൾ കിട്ടുന്നുണ്ട്, നീ യഥാർത്ഥ ട്രെയിനിലല്ല, നീ ശരിക്കുള്ള റൂട്ടിലല്ല. സൂചനകൾ തരും. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല, തിരുത്തുന്നവരെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഉപദേശിക്കുന്നവരുടെ വായടപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ശ്രമിക്കും. ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇവർക്കിതെന്താ, വേറെ ഒന്നും പറയാനില്ലേ, ഇതൊക്കെ എന്തിനാ, ഞങ്ങൾക്കറിയാലോ എന്നാ ശരി, എന്നാണ് തെറ്റ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴികൾ അപകടത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. ശരിയെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ മരണത്തിൻ്റെ കയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തുന്നതായിരിക്കാം. എവിടെയെങ്കിലുമൊക്കെ ദൈവസ്വരം സംസാരിക്കുന്നവർ അത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വായടപ്പിക്കാതെ നിങ്ങളുടെ ഹൃദയം തുറന്നു പിടിക്കുക. ഒരു പരിചാരികയായിരിക്കാം വന്ന് സൂചന തരുന്നത്, മോനെ മോളെ, നീ ഈശോയുടെ കൂടെയുള്ളവനാണ്, നീ ഈശോടേതാണ്, തിരിച്ചു വരണം. പത്രോസ് ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ? അകലെ നിന്നവൻ മുറ്റത്തേക്ക് ഇറങ്ങി. 71-ാം വാക്യം നമ്മളിപ്പോൾ വായിച്ചത്. 71-ാം വാക്യം, അവൻ കവാടത്തിങ്കിലേക്ക് പോയി, മുറ്റത്ത് നിന്ന് പതുക്കെ ഗേറ്റിങ്കിലേക്ക്. നമുക്ക് എന്തൊരു ദൂരമാണ് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അവിടെ വെച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ഈശോയുടെ കൂടെ ഉള്ളതാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, 72-ാം വാക്യം, ഞാൻ അവനെ അറിയുകയില്ലെന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. അപകടം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചെറിയ അപകടമല്ല. എനിക്ക് അവനെ അറിയില്ല എന്ന് പത്രോസ്ലിഹ പറഞ്ഞു. ഐ ഡോണ്ട് നോ ഹിം. ആദ്യം പറഞ്ഞ നിഷേധം ശ്രദ്ധിച്ചോ, നീ എന്നാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഉപദേശിക്കുന്ന ഒരാൾ, എന്നെ ഒരാൾ തിരുത്തുന്നു, എൻ്റെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, എൻ്റെ പ്രിയപ്പെട്ട ഒരാളായിരിക്കാം. നീ മോനെ, നീ പോകുന്ന വഴി ശരിയല്ല, തിരുത്ത്. എനിക്ക് പറയാം, നിങ്ങൾ എന്നെ ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ശരിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം എപ്പോൾ തിരിച്ചു വരണം, എനിക്കറിയാം ഇത് കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിഷേധിക്കാം, പറയുന്നവനെ നിഷേധിക്കാം. പക്ഷേ ആ പറയുന്നവനെ നിഷേധിച്ചാൽ അടുത്ത് നീ ചെല്ലുന്ന ഈ ഗേറ്റിങ്ങളാണ്, കവാടത്തിങ്ങളാണ്. ഇനി വഴി പുറത്തേക്കുള്ളതാണ്. ആ പുറത്തേക്കുള്ള വഴിയിൽ വെച്ച് നീ തള്ളിപ്പറയുന്നത് ഉപദേശിച്ചവരെ അല്ല, ഈശോയെ തന്നെയാണ്. എനിക്കവനെ അറിയില്ല എന്നവൻ ആണയിട്ട് നിഷേധിച്ച് പറഞ്ഞു. അറിയില്ലെന്ന്, ഈശോയെ അറിയില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകടം ചെറുതൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വചനത്തിൽ ഇങ്ങനെ പറയാണ്, അവൻ ആണയിട്ട് നിഷേധിച്ചു. ആണയിട്ട് നിഷേധിച്ചു, ഉറപ്പിച്ച്. നമ്മളിങ്ങനെ നമ്മുടെ ഒരു നോർമൽ ഇതിലൊക്കെ പറയില്ലേ, കർത്താവാണേ സത്യം, നമ്മൾ ചിലപ്പോൾ ആണയിട്ട് പറയും. നമ്മൾ പറയുന്ന കാര്യത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇവൻ ആണയിട്ട് പറയാണ്. പത്രോസ് ആണയിട്ട് പറയാണ്, എനിക്കറിയില്ല. ആരെ വെച്ചുകൊണ്ട് പറയും? കർത്താവിനെ വെച്ചുകൊണ്ട് തന്നെ പറയോ? അതും ആണയിട്ട് നിഷേധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞ വചനങ്ങളില്ലേ, മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈ ആദ്യത്തെ അപ്പസ്തോലന്മാർ വിളിക്കപ്പെട്ടപ്പോൾ, മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഇവർ വിളിക്കപ്പെട്ടിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം മുതലാണ് ഈശോയുടെ മലയിലെ പ്രഭാഷണം. ആ മലയിലെ പ്രഭാഷണത്തിൽ വെച്ച് ഈശോ പറയുന്നുണ്ട്, ആണയിടരുത്. നോക്ക്, ഈശോയെ തള്ളിപ്പറയുന്നവന് ഈശോയുടെ വചനവും തള്ളിപ്പറയാൻ പറ്റും. ഈശോയെ തള്ളിപ്പറയുന്നവന് വചനം തള്ളിപ്പറയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇന്ന് വചനം വിശ്വസിക്കുന്നില്ലെങ്കിൽ, ദൈവവചനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവവചനം നിങ്ങൾ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം നിങ്ങൾ അതിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾ ഈശോയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ഈശോയുടെ വചനത്തെ തള്ളിപ്പറയുന്നതിൻ്റെ കൂടെ തന്നെ അത് പറഞ്ഞ ഈശോയും കൂടെ തള്ളിപ്പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലിഹ ആണയിട്ട് നിഷേധിച്ചു, എനിക്കവനെ അറിയില്ല. തെറ്റ് കൂമ്പാരം കൂടുകയാണ്. ആണയിടരുതെന്ന് പറഞ്ഞ
അതേ കർത്താവിനെ ആണയിട്ടുകൊണ്ട് പറയാണ്, എനിക്കവനെ അറിയില്ല. അടുത്ത് നിൽക്കുന്നവൻ അകന്നാൽ അപകടം അത്ര അധികമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിളി ശ്രദ്ധിക്കണേ, തിരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കണേ. അടുത്തൊരു കുമ്പസാരം സാധിക്കുമോ അറിയില്ല. ഇപ്പോഴെങ്കിലും അനുതാപത്തോടെ, നിലവിളിയോടെ, ഉപവാസത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ കീറി മുറിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. ഈ സുവിശേഷമാണ് 2026 നോമ്പിൽ നിങ്ങളുടെയും എൻ്റെ ഹൃദയത്തിലോട്ട് പതിക്കേണ്ടതും. അത് പതിച്ച് വിത്ത് പാകപ്പെട്ട് അവിടെ നിന്ന് അത് ഫലം ചൂടേണ്ടതും. അനുതാപത്തിൻ്റെ ഒരു ഫലം നമുക്കുണ്ടാവണം ഈ നോമ്പിൽ. മറ്റൊന്നും ഈശോയെ ആനന്ദിപ്പിക്കാൻ പോകുന്നില്ല. മറ്റൊന്നും നമ്മുടെ 40-50 ദിവസത്തെ ഉപേക്ഷകളല്ല. ഈ പാപത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ മാത്രമേ ഈശോ സ്വർഗം നമ്മളെ ഓർത്ത് ആനന്ദിക്കാൻ പോകുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹ അറിയില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. ഗുരുവിനെ നിഷേധിക്കുന്നവൻ ഗുരുവിൻ്റെ വചനങ്ങളെയും നിഷേധിക്കും. അപകടത്തിൻ്റെ ഒരു യാത്ര പിടികിട്ടുന്നുണ്ട്. അകലെ അനുഗമിച്ച് മുറ്റത്ത് നിന്ന് ഗേറ്റിങ്ങിലായി ഇനി പുറത്താക്കപ്പെടുക എന്നുള്ള ഏറ്റവും അപകടകരമായൊരു വഴിയും കൂടെയുള്ളൂ. വചനം തുടർന്ന് വായിക്കാം. 26-ാമത്തെ അധ്യായത്തിൽ 73-ാം വാക്യം. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ച് പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ് തീർച്ച, നിൻ്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. അല്ലേ, മറ്റൊരു സൂചനയാണ് എൻ്റെ സംസാര രീതി എന്ന് വെച്ചാൽ. ഈശോയോട് ചേർന്ന് നിന്ന പത്രോസിന് ഈശോയുടെ ഒരു ഗലീലിയൻ ഡയലക്റ്റ്, ഗലീലിയൻ സംസാര ശൈലി, സ്ലാങ് മാത്രം വന്നു എന്ന് ചിന്തിക്കല്ലേ. ഒരിക്കൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർ ക്രിസ്തു സംസാരിക്കുന്ന പോലെ സംസാരിക്കില്ലേ? വചനം ആഴത്തിൽ പഠിച്ചവർ എല്ലാ കാര്യത്തിലും വചനം കോട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? വചനം വായിച്ച് ധ്യാനിച്ചവർ ആ വചനം അനുസരിച്ച് ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? നിൻ്റെ സംസാര രീതി തന്നെ അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ, നിൻ്റെ ജീവിത രീതി കണ്ടാൽ നീ ഈശോയുടെ കൂടെയുള്ളവനാണെന്ന് അറിയാം. വീണ്ടും സൂചന തരികയാണ്, പത്രോസേ നീ അകലെയാണ്, ഇപ്പം മുറ്റത്താണ്, ഗേറ്റിങ്ങിലാണ്. പക്ഷെ നീ ഓർത്തേ, നിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്പാർക്ക്, ഈ ഒരു കൃപ കിട്ടിയിട്ടുണ്ട്. നീ ഒരിക്കൽ ഈശോയെ അനുഭവിച്ചതാണ്. ഇപ്പം എത്ര അകലെയാണെങ്കിലും, കുറേ അധികം അപകടങ്ങളിലേക്ക് പോയാലും മോനെ, നീ ഇപ്പോഴും ഈശോയുടെ സ്വഭാവമുള്ളവനാണ്, ഈശോയുടെ സ്നേഹം കിട്ടിയവനാണ്, ഈശോയുടെ ഒരു പ്രസൻസ് കിട്ടിയവളാണ്. എത്ര അകന്നാലും നീ ഇത് ഓർത്തേക്കണം. ഒരു സൂചന പത്രോസ്ലീഹയുടെ മുമ്പിൽ വരികയാണ്, എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. പത്രോസ്ലീഹ പക്ഷെ അവിടെ ചെയ്യുന്നൊരു കാര്യം ശ്രദ്ധിച്ചേ. നിൻ്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. 74-ാം വാക്യം. പത്രോസാകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. എന്തൊരു വലിയ അപകടമാണെന്ന് ഓർത്ത് നോക്ക്. അറിയില്ല എന്നാണ് മുമ്പേ പറഞ്ഞത്, ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞ് എടുത്ത ആ ഭാഗം ഒന്നുകൂടെ വായിക്കണം. ഞാൻ ആ മനുഷ്യനെ അറിയത്തില്ല. മത്തായി 16:16 പറഞ്ഞു, മനുഷ്യനല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പ്രഘോഷിച്ചവൻ ഇതാ ഇപ്പുറം നിന്നിട്ട് പറയാണ്, ആ മനുഷ്യനെ എനിക്ക് അറിയത്തു പോലും ഇല്ലെന്ന്. ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്, നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയ കാര്യം ഞാൻ നിന്നോട് പറയട്ടെ എന്നും പറഞ്ഞ് കേസറിയ ഫിലിപ്പിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞതാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷേ അതേ പത്രോസ് അകലെയായി, മുറ്റത്തേക്കായി, ഗേറ്റിങ്ങിലായി, ഇതാ അവൻ തള്ളിപ്പറച്ചിലിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പരമകോടിയിലേക്ക് എത്തിയിട്ട് പറയാണ്, ആ മനുഷ്യനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. മുമ്പേ ആണയിട്ടു, ഇപ്പം ശപിക്കാൻ തുടങ്ങി. എന്തിനെ ശപിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിൽ നിന്ന് ഏറ്റവും അകന്നാൽ അവസാനം അവൻ ഈശോയെയും ശപിക്കും, ഈ വിളിയെ ശപിക്കും, ഈ ജീവിതത്തെ ശപിക്കും. ഞാൻ എന്തിനൊരു ക്രിസ്ത്യാനിയായി, എനിക്ക് എന്തിനു മാമോദിസ തന്നു, എന്നെ എന്തിനൊരു വൈദികനാക്കി, എന്തിനെന്നെ ഒരു സന്യസ്തയാക്കി, ഇട്ടെറിഞ്ഞ് പോകും. ഈ വൈദിക ജീവിതവും ഈ സന്യസ്ത ജീവിതവും ഈ ശുശ്രൂഷ ജീവിതവും ഒക്കെ എറിഞ്ഞിട്ട് പോകും, ശപിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു അപകടമാണെന്ന് ചിന്തിക്കും, ഇതൊരു സ്വാതന്ത്ര്യക്കുറവാണെന്ന് ചിന്തിക്കും, ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് സന്തോഷം തരുന്നില്ലെന്ന് ചിന്തിക്കും. കാരണം നീ ഏറ്റവും ആദ്യം തന്നെ ആരെ തള്ളിപ്പറഞ്ഞു? ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ നീ അവൻ്റെ വചനം തള്ളിപ്പറയും. ക്രിസ്തുവിൻ്റെ വചനത്തെ തള്ളിപ്പറഞ്ഞ നീ അവൻ വിളിച്ച ഈ വിളിയെയും തള്ളിപ്പറയും. എന്നിട്ട് പല കാരണങ്ങളും പറയും, അവിടെ ഇങ്ങനെയില്ല, അവിടെ സ്വാതന്ത്ര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ചവന് സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. നീ വീണ്ടും പുതിയൊരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം തള്ളിപ്പറഞ്ഞത് ക്രിസ്തുവിനെ തന്നെയാണ്. ഇപ്പം തിരിച്ചു വരിക. നിൻ്റെ സംസാര ശൈലി പോലും അത് സൂചിപ്പിക്കുന്നുണ്ട്, നീ ഒരിക്കൽ ഈശോയുടെ കൂടെ ആയിരുന്നവളാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയ ഓരോ കാര്യങ്ങൾ, ഈ ഒരു കോഴി കൂവുന്ന കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കൽ, കോഴി എന്തിനു കരഞ്ഞു, കോഴിയെ നമുക്ക് കൊല്ലാം, ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. സൂചനയാണ്. അവസാനം കോഴി വരെ ചിലപ്പോൾ നമ്മളെ നോക്കി കൂവും. എത്ര ഉന്നതിയിൽ നിന്ന് നീ ഇത്ര അധപതിച്ചോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കോഴി 3 അല്ല 300 തവണ കൂവാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങൾ, പാപങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ചെയ്തു വെക്കും. തിരിച്ച് വരിക, കോഴി കൂവുമെങ്കിലും ഒരു ബോധം വരിക. പത്രോസ്ലിഹായ്ക്ക് കോഴി കൂവിയിട്ടല്ല തിരിച്ചറിവ് വന്നത്, ക്രിസ്തുവിൻ്റെ ഒരു നോട്ടം കൊണ്ട് അവൻ തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ നോമ്പിൽ ഈശോയുടെ നോട്ടം കിട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കണം. ഈ വചനം കേൾക്കുമ്പോഴും ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും എല്ലാം ഈശോയുടെ നോട്ടം കിട്ടുന്നൊരു സ്ഥലത്താണ്. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ ബലി അർപ്പിക്കാൻ നോമ്പിൻ്റെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാവോ? എല്ലാ ദിവസവും വചനം വായിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാവോ? ഈശോയുടെ നോട്ടം കിട്ടുന്ന സ്ഥലമാണ്. കാരണം പത്രോസ്ലിഹായെ മാറ്റിയത് ഈ പരിചാരികയല്ല, ചുറ്റും നിന്നവരല്ല, കോഴിയല്ല, ഈശോ അവനെ തിരിഞ്ഞു നോക്കി എന്നാണ് വചനം നമ്മൾ വായിക്കുക. ആ നോട്ടത്തിൽ ജീവിതം മുഴുവൻ പത്രോസ്ലിഹ തിരിച്ചു പിടിക്കുകയാണ്. നോക്ക്, നീ മുറ്റത്തായിരുന്നാലും അകലെ ആയിരുന്നാലും ഈശോയുടെ നോട്ടം കിട്ടുന്ന, ഈശോയുടെ കണ്ണെത്തുന്നൊരു സ്ഥലത്താണ് നീ. ഒരുപക്ഷെ ഒരു പന്നിക്കൂട്ടിലേക്കൊക്കെ പോയി കാണും, പക്ഷെ അപ്പോഴും അപ്പൻ്റെ ഹൃദയം എത്തുന്നൊരു സ്ഥലത്താണ് നീ. ഏറ്റവും വലിയ ദുശീലങ്ങളിലേക്ക് വീണ് പോയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭംഗിയും കെടുത്തിക്കളയുന്ന രീതിയിലുള്ള വലിയ പാപങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴും ഈശോയുടെ കണ്ണെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈശോ അവനെ നോക്കി. ആ നോട്ടത്തിൽ ഹൃദയം നുറുങ്ങി അവൻ കരയുകയാണ്. ആ ഹൃദയം നുറുങ്ങി കരയുന്നത് എന്തിനാണ്? എനിക്ക് അബദ്ധം പറ്റി എന്നുള്ള ചിന്തയിലൊന്നുമല്ല, ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ള ചിന്തയിലല്ല. ആ നോട്ടത്തിന് മറ്റ് ചില അർത്ഥങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു നോട്ടമാണ് ഈ നോമ്പ് കാലത്ത് ഈശോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയൊക്കെ നോക്കുന്നത്. പ്രിയപ്പെട്ട ഈശോയുടെ ആ നോട്ടത്തെക്കുറിച്ച്, ഈശോയുടെ ആ നോട്ടം പത്രോസിന് കൊടുത്ത ആ മാനസാന്തരത്തെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ നല്ലത് ലൂക്കാസ് സുവിശേഷത്തിൽ ഇതേ ഭാഗം നമ്മൾ എടുക്കുമ്പോഴാണ്. നമ്മളിപ്പം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ച് ലൂക്കാസ് സുവിശേഷം എടുക്കുക. അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ 54 മുതലുള്ള വാക്യങ്ങളാണ് ഈ പത്രോസിൻ്റെ ഈ തള്ളിപ്പറച്ചിലിനെ കുറിച്ച് കാണുന്നത്. അതിൽ 61-ാമത്തെ വാക്യം മാത്രം എടുക്കുക. ലൂക്ക 22-61 വചനം ഇങ്ങനെയാണ്: കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗമാണ്. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. ഈ വചനം എന്തിനാ പ്രത്യേകിച്ച് എടുത്തതെന്നറിയോ? മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ ആ നോട്ടത്തിൻ്റെ കാര്യം എനിക്കൊന്നും കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൂക്കാസ് സുവിശേഷത്തിലാണ് പറയുക. ഈശോ അപ്പോൾ അവനെ നോക്കി. എപ്പോഴാണ് നോക്കിയേ? തള്ളിപ്പറച്ചിലിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയത്ത് ഈശോ ഒരു നോട്ടം നോക്കുകയാണ്. അതിനു മുമ്പ് ഈശോ നോക്കിയില്ലെന്നല്ല, ഈശോയുടെ നോട്ടം പലരിലൂടെയും, ഈശോയുടെ വാക്ക് പലരിലൂടെയും പത്രോസിൽ എത്തുന്നുണ്ട്. പരിചാരികയിലൂടെ, ചുറ്റുമുള്ളവരിലൂടെയൊക്കെ പറയുന്നുണ്ട്, നീ ഈശോയുടെ കൂടെ നിൽക്കുന്നവനാണ്. എത്ര ഉപദേശങ്ങൾ കിട്ടിയിട്ടും, എത്ര ധ്യാനങ്ങൾ കൂടിയിട്ടും നന്നാവുന്നില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മനുഷ്യരെക്കുറിച്ച് വിധി പറയാറില്ലേ? ചിലപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ തോന്നിക്കണം, കർത്താവ് ഇത്രയും വചനം കേട്ടിട്ട്, ഇത്രയും ധ്യാനം കൂടിയിട്ട്, ഇത്രയും കുമ്പസാരിച്ചിട്ട് ഞാൻ നന്നാവുന്നില്ലോ, എനിക്ക് കയറി വരാൻ പറ്റുന്നില്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അങ്ങനെ കൈവിട്ട് കളയത്തൊന്നുമില്ല. ഒരു നോട്ടം നോക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോയുടെ നോട്ടം കിട്ടുന്നെടുത്ത് നീ ആയിരിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കണ്ണെത്താത്ത സ്ഥലങ്ങളൊന്നും ഇല്ല എന്നറിയാമെങ്കിലും ഈശോയെ എനിക്കൊന്ന് കയറി വരണം, എന്നെ സഹായിക്കാൻ ഒരു ധ്യാനത്തിനും ആവുന്നില്ല, ഒരു ഉപദേശങ്ങൾക്കാവില്ല, ടോട്ടലി ഹെൽപ്ലെസ് ആണ്, നീ എന്നെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഈ അബദ്ധത്തിനിടയിൽ ഈശോയെ ഒന്ന് ചിന്തിച്ചാൽ അവൻ്റെ നോട്ടം നിനക്ക് കിട്ടും. ആ നോട്ടത്തിൽ മാനസാന്തരപ്പെടുക. ലൂക്കാസ് സുവിശേഷകൻ അത് ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈശോ അവനെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ മനംനൊന്ത് കരഞ്ഞു എന്നല്ല, അതിനു മുമ്പ് പറയാണ്, ഈശോ പറഞ്ഞ കാര്യം അവൻ ഓർമ്മിച്ചു. ആ കോഴീനെയും കോഴിയുടെ കൂവലിലും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. കോഴിയോ കോഴിയുടെ കൂവലോ അല്ല, ഈശോ പറഞ്ഞ കാര്യം അവൻ ഓർത്തു. അവനെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ലൂക്കാസ് സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ശിമയോൻ നിന്നെ പിശാച് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈശോ ശക്തിപ്പെടുത്തും. നോക്ക്, പത്രോസ് തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുകയാണ്. ആ ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ സ്നേഹം അയാൾ തിരിച്ചറിയാണ്. ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് മാനസാന്തരപ്പെടുകയാണ്, ഹൃദയം നുറുങ്ങിക്കരയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ നോമ്പ് കാലത്ത് കേൾക്കുന്ന ഓരോ വചനവും, സ്വീകരിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയും, കിട്ടുന്ന ഓരോ ബോധ്യങ്ങളും ഓർക്കണേ, ഓരോ കൂദാശയും ഈശോ നിന്നെ നോക്കുന്നതാണ്. പറയുന്ന ഓരോ വചനവും ഈശോ നിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. ചില സമയത്ത് ഇത്ര നേരമൊന്നും കേട്ടിരിക്കാൻ പറ്റില്ലെന്ന് തോന്നിയേക്കാം, ഇത്രയൊന്നും ധ്യാനിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് വിചാരിച്ചേക്കാം, ഇത്രയും നേരമൊക്കെ ബൈബിൾ വായിക്കാൻ പറ്റുമോ, ഇത്രയും കൂദാശകൾക്ക് എല്ലാ ദിവസമൊക്കെ പോകാൻ പറ്റുമോ? ഒത്തിരി കാരണങ്ങൾ നമുക്ക് ഈശോയുടെ മുമ്പിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഇറക്കി വയ്ക്കായിരിക്കും. മിസ്സാക്കി കളയരുത്. ഈശോ നിന്നെ നോക്കുന്ന സമയങ്ങളാണ്. കുർബാനയുടെ സമയം, വചനവായനയുടെ സമയം, കൂദാശകൾ നീ സ്വീകരിക്കുന്ന സമയം. ഒരു തവണ അത് മിസ്സാക്കിയാൽ മാനസാന്തരത്തിൻ്റെ സമയം പിന്നെയും കൂടും.
എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. കോഴിയുടെ കൂവൽ കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. പരിചാരിക സൂചന തരുന്ന സമയത്ത് തന്നെ ഈ മുറ്റത്ത് നിന്ന് തിരിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കയറി വരിക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹ മനംനൊന്ത് കരഞ്ഞ് മാനസാന്തരപ്പെട്ടു. നോക്ക്, ഈ നോട്ടം വെറുതെ കുറ്റപ്പെടുത്തേണ്ടേ അല്ല. നീ ഈ തെറ്റൊക്കെ ചെയ്തില്ലേ, നോക്ക് ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ, നീ ഈ വാണിംഗ് ഒക്കെ കേട്ടിട്ട് നീ എന്നെ അനുസരിക്കാഞ്ഞേ എന്നും പറഞ്ഞ് ഈശോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെയോ നിങ്ങളെയോ കുറ്റപ്പെടുത്തുകയല്ല, എന്നെ ശിക്ഷിക്കാനോ നിങ്ങളെ ശിക്ഷിക്കാനോ ഉള്ളൊരു നോട്ടമല്ലത്. കണ്ടുപിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു അറസ്റ്റ് ചെയ്യാനുള്ള കളിയാക്കലിൻ്റെ നോട്ടമല്ലത്. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മൾ ചെയ്ത അബദ്ധങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടം നോക്കും അല്ലേ. നീ ഇങ്ങനെ മാന്യമായിട്ട് നടന്നിട്ട് നീ ഇങ്ങനെ ആയിരുന്നോ, അപ്പോൾ ഇതാണല്ലേ ഒറിജിനൽ, ഇതാണല്ലേ കള്ളത്തരം, ബാക്കിയെല്ലാം മുഖംമൂടിയല്ലേ എന്ന് പറഞ്ഞ ആളുകൾ നോക്കാം, കളിയാക്കാം, അവർ നമ്മളെ ഡീമീൻ ചെയ്യാം, അവർ നമ്മളെ കളിയാക്കി മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ഈശോ കണ്ടിട്ട് കളിയാക്കുകയല്ല, കേട്ടിട്ട് മാറ്റി നിർത്തുകയല്ല, കണ്ടിട്ട് കേട്ടിട്ട് ഈശോ കാരുണ്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയാണ്. ഈശോയുടെ നോട്ടത്തിൻ്റെ പ്രത്യേകത അതല്ലേ. ഒരാളെ സൗഖ്യപ്പെടുത്താനും ഒരാളെ ശക്തിപ്പെടുത്താനും മാത്രം കൃപയുള്ള ശക്തിയുള്ള ഒരു നോട്ടമാണ് ഈശോടത്. പത്രോസ്ലീഹായ്ക്ക് മാനസാന്തരം ഉണ്ടാക്കിയത് പേടിയല്ല. നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, കർത്താവ് കടിക്കുമോ, മാന്തുവോ, നരകത്തിലെറിയോ, പേടി കാരണമല്ല പത്രോസ് മാനസാന്തരപ്പെട്ടത്. ഇപ്പം മാനസാന്തരപ്പെട്ട കുറേ നന്മ എനിക്ക് വരും, എനിക്ക് വീട് പണി പൂർത്തിയാക്കാൻ പറ്റും, എനിക്ക് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല നന്മ ചെയ്യുന്നത്, മാനസാന്തരപ്പെടുന്നത്. എന്തിനാ മാനസാന്തരപ്പെട്ടെ? ഈ പാപിയായ എന്നെ അവൻ കടാക്ഷിച്ചു, സ്നേഹത്തോടെ എന്നെ നോക്കുന്നുണ്ട്, എനിക്കിപ്പം മാറണം. ഈശോയുടെ സ്നേഹം അയാളെ മാനസാന്തരപ്പെടുത്തി. നോക്ക്, ചിലപ്പോൾ നമ്മൾ ധ്യാനം കൂടി, ചിലപ്പോൾ നമ്മൾ ഉപദേശങ്ങൾ കേട്ടു, എന്നിട്ട് എന്താ എൻ്റെ ജീവിതം മാറാത്ത? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം മാറണമെങ്കിൽ ഒരു കാര്യം മാത്രം സ്വീകരിക്കണം: ഉപദേശങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഈശോയുടെ സ്നേഹം, ധ്യാനങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഈശോയുടെ സ്നേഹം, തിരുത്തലുകൾക്ക് മുകളിൽ നിൽക്കുന്ന ഈശോയുടെ സ്നേഹം, ഭയങ്ങൾക്കും പ്രോമിസുകൾക്ക് വാഗ്ദാനങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഈശോയുടെ സ്നേഹം. ആ സ്നേഹമാണ്, ആ ഒരൊറ്റ സ്നേഹം മാത്രമാണ് എന്നെയും നിങ്ങളെയും മാനസാന്തരപ്പെടുത്തുക. ഈശോയുടെ മുമ്പിൽ ഇന്ന് നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം പറയേണ്ടതും അത്രയാണ്: കർത്താവേ, എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കണം. എനിക്ക് അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട്, തെറ്റുകൾ വീഴ്ചകളൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് ഒത്തിരി പാപങ്ങളിലേക്ക് ഞാൻ വീണുപോയി, അറിയാതെ ചില അബദ്ധങ്ങളിലേക്ക് വീണുപോയി. പക്ഷേ ഈശോ, ഞാൻ മുറ്റത്താണോ, ഗേറ്റിങ്കിലാണോ, പുറത്താണോ, അകലെയാണോ അറിയില്ല, എൻ്റെ ഉള്ളിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോയോട് നിങ്ങൾ പറ. ആ സ്നേഹം ഈശോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെ അവൻ നോക്കുന്നത് നീ തിരിച്ചറിയുക, മാനസാന്തരപ്പെടുക, അഭിഷേകത്തിലേക്ക് തിരിച്ചു വരിക. യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ തിബേരിയാസിൻ്റെ തീരങ്ങളിൽ വെച്ച് ഈശോ ഇങ്ങനെ പത്രോസിനെ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്. എത്ര മത്സ്യം കിട്ടിയെന്നല്ല, 153ഓളം മത്സ്യങ്ങൾ കിട്ടിയെന്നാണ് നമ്മൾ വായിക്കുക. പത്രോസ്, ഇനി എന്താ പരിപാടി എന്നല്ല, ഇനി എന്താണ് പരിപാടിയെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈശോ ചോദിക്കുന്നുണ്ട്: നീ ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് നീ പോകേണ്ടി വരും, നീ കൈനീട്ടും. വരാനിരിക്കുന്നൊരു രക്തസാക്ഷിത്വത്തെക്കുറിച്ചൊക്കെ ഈശോ പറയുന്നതിന് മുമ്പ് 3 തവണ ചോദിക്കും: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറയുന്നുണ്ട്: ഞാൻ സ്നേഹിക്കുന്നു. അവസാനത്തെ ഒരു പറച്ചിലുണ്ട്: നിനക്കെല്ലാം അറിയാലോ. നോക്ക്, പത്രോസ് പിന്നെ അവിടെ ഒരു മുഖംമൂടിയും വെക്കുന്നില്ല. കർത്താവെ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചുമ്മാ പ്രഖ്യാപിക്കുകയല്ല. നിനക്കെല്ലാം അറിയാലോ, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം, എൻ്റെ കുറവുകളും നിനക്കറിയാം. അതാണ് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിനക്കെല്ലാം അറിയാലോ. എന്ത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, വിശ്വാസം പ്രഖ്യാപിച്ചത് മാത്രമല്ല, ഇടയ്ക്ക് നിന്നിൽ നിന്ന് അകന്നു പോയതും നീ അറിയുന്നുണ്ടല്ലോ. എനിക്ക് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെൻ്റെ കുറവുകളും ഉണ്ട്. പക്ഷേ ഈശോ ആ 3 തവണ കേട്ട് കഴിഞ്ഞിട്ട് ഇനി നിനക്ക് കുറവില്ലെന്നോ, ഈ കുറവെല്ലാം ഞാൻ മാറ്റിയെന്നോ അല്ല പറയുന്നത്. ഇനി നീ മുന്നോട്ട് നീങ്ങാൻ പത്രോസിനോട് പറയാം. നിൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരിക്കാതെ, നിൻ്റെ കഴിഞ്ഞ കാലത്തെ കെട്ട അവസ്ഥകളിലേക്ക് നോക്കിയിരിക്കാതെ പത്രോസ്, നീ മുന്നോട്ട് നീങ്ങുക. നിൻ്റെ വഴികളൊക്കെ ഒന്നും കൂടെ പരിശോധിക്കുക. എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ അകലെയാണോ എന്ന് ഓർക്കുക. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പത്രോസ്ലീഹായോടല്ലല്ലോ പറയണേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടും കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോടും ഈശോ ഈ നോമ്പിൻ്റെ ഈ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം പറയല്ലേ: കുഞ്ഞെ, നീ ഒന്ന് പരിശോധിക്ക്. അകലെയാണോ, ദൂരെ ആയിപ്പോയോ, സ്നേഹം കുറഞ്ഞു പോയോ, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈശോ ചോദിക്കുകയാണ്. വഴികളൊക്കെ ഒന്ന് പരിശോധിച്ച് അവൻ്റെ അടുത്തേക്ക്, നിൻ്റെ നേരെ കൈനീട്ടുന്ന അവൻ്റെ അടുത്തേക്ക് നീയും കൂടെ ഒന്ന് കൈനീട്ടിക്ക്. മാനസാന്തരത്തിൻ്റെ ഒരു അഭിഷേകം ഒന്ന് നിറയട്ടെ. ആ സ്നേഹം കൊണ്ട് മാനസാന്തരപ്പെടാൻ ഇടവരട്ടെ. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഇപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ.
പത്രോസ്ലിഹായ്ക്ക് ഒരു മാറ്റം വന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പിൽ നമുക്കൊരു മാറ്റം വരണം. ഈ ധ്യാനത്തിന് 4 ദിവസങ്ങളിൽ വചനം കേൾക്കുക മാത്രമല്ല, ധ്യാനങ്ങൾ കൂടെ മാത്രമല്ല, ആരാധനയ്ക്കിരിക്കുക മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് ഈശോയുടെ ഒരു സ്നേഹത്തിൻ്റെ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കട്ടെ, എനിക്ക് ലഭിക്കട്ടെ. ആ സ്നേഹം, ആ കടാക്ഷം നമ്മളെ മാറ്റിമറിക്കട്ടെ. പുതിയ ജീവിതങ്ങൾ നമുക്കുണ്ടാവട്ടെ. കഴിഞ്ഞ കെട്ട കാലം നമുക്കുണ്ട്. മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു പുഴുക്കുത്തേറ്റ പാപജീവിതം നമുക്കുണ്ട്. ഒരുപക്ഷെ അകന്നൊരു ഒരു പന്നിക്കൂട്ടിൽ പോയി കിടക്കുന്ന അവസ്ഥയിൽ അങ്ങനെ മോശമായിട്ട് പോയിട്ടുണ്ടാകാം. ഈശോയ്ക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ജീവിതമാണ് നിൻ്റെതും എൻ്റെതും. കർത്താവിൻ്റെ കണ്ണെത്താത്ത, കർത്താവിൻ്റെ കയ്യെത്താത്ത ഒരു സ്ഥലത്തേക്ക് ആരും മറഞ്ഞ് തകർന്നു പോയിട്ടില്ല. വീണതൊരു കുഴിയിലായിരിക്കാം, തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയായിരിക്കാം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, ഈശോയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലായിരിക്കാം. ഇപ്പോഴും നിന്നെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ ആദ്യത്തെ ദിവസത്തെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിച്ച ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മളുടനെ പരിശുദ്ധമായ ആരാധനയിലേക്ക് കിടക്കും. അല്പസമയം നമ്മൾ ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. ഇന്ന് രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങുന്നൊരു സമയത്തിന് മുമ്പ് സങ്കീർത്തനം 51, നമ്മൾ പ്രത്യേകിച്ച് കുമ്പസാരത്തിൻ്റെ സമയങ്ങളിലൊക്കെ വായിക്കുന്നൊരു വചനഭാഗമാണല്ലോ. കർത്താവിനോട് കരുണ തോന്നണേ. അവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ അങ്ങേക്ക് മാത്രം എതിരായി തെറ്റ് ചെയ്തു പോയി. പത്രോസ്ലിഹായും ഒരുപക്ഷെ ഉള്ളിൽ നിന്ന് ആ നോട്ടം കിട്ടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു കാണും, ഞാൻ തെറ്റ് ചെയ്തു പോയി. ആർക്കെതിരെ? അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എൻ്റെ ഉള്ളിൽ നിന്ന് ആ പരിശുദ്ധി അങ്ങ് എടുത്തു കളയരുതേ, എനിക്കൊരു പുതിയ ചൈതന്യം തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും രാത്രി നമ്മളിപ്പോൾ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ ഇന്നത്തെ സമയം നോക്കിയിട്ട് 51-ാം സങ്കീർത്തനം അതൊരു ഹോംവർക്കായിട്ട്, ഒരു സ്പിരിച്വൽ ഹോംവർക്കായിട്ട് എല്ലാവരും ചെയ്യണം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് വരുന്ന 3 ദിവസം കൂടെ, ഇന്ന് 1-ാമത്തെ ദിവസമാണ്. വരുന്ന 3 ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടി ഒരു കരുണക്കൊന്ത ചെല്ലാൻ വേണ്ടി നിങ്ങൾ ഓർക്കുക. നമുക്ക് ഇത്ര നേരം 1.5 മണിക്കൂറോളം നമ്മൾ വചനം കേൾക്കുകയും 1/2 മണിക്കൂറോളം നമ്മൾ ഈശോയെ ആരാധിക്കുകയും ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ നിർബന്ധിക്കുന്ന ഒരു കാര്യം, മറ്റൊരു കാര്യത്തിലേക്കും പോവാതെ ഫുൾ ടൈം മുഴുവൻ സമയം ഒന്ന് കൂടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ചിലത് മനസ്സിലാവാണ്ട് വരും, ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ പോകും. ഈശോയുടെ സ്നേഹം അപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ ഓർത്തേക്കുക. അതുകൊണ്ട് ഈ 2 മണിക്കൂർ ഓൾമോസ്റ്റ്, മറ്റൊന്നും നമുക്കറിയാം, സമയം നമ്മുടെ മുമ്പിൽ ഈശോ തന്ന ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കളയാനില്ല. ഈശോയുടെ കൂടി ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം. അത് തിരിച്ചറിഞ്ഞേക്കുക. വചനം വായിക്കുക, ധ്യാനിക്കുക. പറഞ്ഞ പോലെ തന്നെ നോട്ട് ബുക്കും ബൈബിളും ഒക്കെ എടുത്ത് വെക്കുക. നാളെ ഈ സമയത്ത് നിങ്ങൾക്ക് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുവരെ അച്ഛനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. 51-ാം സങ്കീർത്തനം വായിക്കണം. നാളെ നോട്ട് ബുക്കും പേനയും ഒന്നും കൊണ്ടുവരാൻ മറക്കരുത്. ഏറ്റവും ഒരു അഭിഷേകം, നിങ്ങളൊരു ധ്യാനകേന്ദ്രത്തിലോ ഇടവകയിലോ ഒക്കെ നടക്കുന്ന ധ്യാനത്തെ എത്ര സീരിയസ്നെസ് കൊടുക്കുന്നോ അതിനൊരു 10 ഇരട്ടി സീരിയസ് ആയിട്ട് ഈ ഒരു ധ്യാനത്തെ നിങ്ങൾ കാണണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കും, കൃപയോടെ നമ്മളെ കടാക്ഷിക്കും. ദാവീദിനോടെന്ന പോലെ സ്ഥിരമായൊരു സ്നേഹം നമ്മളോട് കാണിക്കും. നമുക്ക് കാര്യങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളൊന്ന് ശാന്തമായിട്ട് അടയ്ക്കാം. ഉടനെ പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ടൈം സോണുകളിലൊക്കെയാണ്. അങ്ങയുടെ വചനം പക്ഷേ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അങ്ങയുടെ കടാക്ഷം ഞങ്ങളിലേക്ക് എത്തി. അങ്ങയുടെ സ്നേഹത്തോടെയുള്ളൊരു നോട്ടം ഞങ്ങളിലേക്ക് എത്തി. അങ്ങയുടെ കരുണയുടെ വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. ഈ ദിവസം ഞങ്ങൾ കേട്ട എല്ലാ വചനത്തെ ഓർത്ത് നന്ദി പറയും. ഞാൻ കിട്ടിയ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയും. ഈശോയെ, അങ്ങിൽ നിന്ന് അകന്നുപോയെങ്കിൽ, എങ്ങനെ അകന്നുപോയോ, എത്രയധികം അകന്നുപോയോ, 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരാൻ കൃപ നൽകണമേ. പത്രോസ്ലിഹായെ പോലെ ആ നോട്ടം കിട്ടി, ആ സ്നേഹത്തിൻ്റെ കരുണയുടെ നോട്ടം കിട്ടി തിരിച്ചു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ഒരു ശുശ്രൂഷയെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളിന്ന് കേട്ട എല്ലാ വചനവും ഞങ്ങളിൽ മാംസം ധരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കണമേ. ഈശോയിൽ നകന്നുപോയ ഞങ്ങൾ കൂടുതൽ സ്നേഹത്തോടെ ഈശോയിലേക്ക് തിരിച്ചു വരാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പോൾ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ പത്രോസ്ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
തലകുപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ജീവിക്കുന്ന സാന്നിധ്യം, കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈശോയുടെ വചനം കേട്ട് ഈശോയെ ആരാധിച്ച് ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന അവസരമാണിത്. നമുക്ക് ഈശോയെ ആരാധിക്കാം. ഇതാ ജീവനുള്ള സാന്നിധ്യം ഒരിക്കൽ കൂടി നമ്മുടെ അടുത്ത്, നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യം, അളവില്ലാതെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, കരുണയോടെ നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്ന, പാപങ്ങളെല്ലാം പൊറുക്കുന്ന അനന്ത കാരുണ്യമായ ഈശോയുടെ സാന്നിധ്യം. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ കേട്ട വചനഭാഗങ്ങളൊക്കെ ധ്യാനിച്ചപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അബദ്ധങ്ങൾ, കർത്താവിനെ അകലെയായി അനുഗമിച്ച് പിന്നീട് ഒത്തിരി ദൂരെ ആയിപ്പോയി, ഒരുപക്ഷെ അറിവില്ലാതെ ശ്രദ്ധിക്കാതെ ഒരു ശിഷ്യൻ തള്ളിപ്പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയി. ഈശോ വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു നോട്ടം, പത്രോസിനെ ഇങ്ങനെ നോക്കുമ്പോൾ പത്രോസിൻ്റെ ഹൃദയം നുറുങ്ങുന്നുണ്ട്. അവൻ അനുതപിച്ച് കരയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അൾത്താരയിൽ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം ഈശോ നമ്മളെ ഇതുപോലെ നോക്കുന്നുണ്ട്. പത്രോസിനെ നോക്കിയതുപോലെ കരുണയോടെ നമ്മളെ നോക്കുകയാണ്. പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞെങ്കിൽ ഒരു വർഷം നമ്മൾ 30 300 തവണ ഈ കൊച്ചു ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം. ഈശോ നോക്കുകയാണ് നിന്നെ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ 2-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും അനുതാപത്തോടെ, കണ്ണുനീരോടെ, ഉപവാസത്തോടെ, നിലവിളിയോടെ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. നിൻ്റെ ഹൃദയം നുറുങ്ങട്ടെ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ജോയൽ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞ അതേ സ്വരം ഇന്ന് നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് കയറണം. അൾത്താരയിൽ നിന്ന് ഈശോ തന്നെ നമ്മളെ വിളിക്കുകയാണ്. കുഞ്ഞെ, ഇപ്പോഴെങ്കിലും നീ തിരിച്ചു വാ. ഈ അനുതാപത്തിൻ്റെ ഈ നോമ്പുകാലത്ത് ഈശോ നിന്നെ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നത് ഒരു തിരിച്ചുവരവിലേക്കാണ്. നോമ്പുകാലം തിരിച്ചുവരവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒക്കെ കാലമാണ്. പത്രോസ് തിരിച്ചറിഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടും വീണുപോയിട്ടും തള്ളിപ്പറഞ്ഞിട്ടും എന്നെ വീണ്ടും സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് പത്രോസ് തിരിച്ചറിയാണ്. ആ തിരിച്ചറിവാണ് പത്രോസിന് തിരിച്ചു വരവിന് വഴിയൊരുക്കുക. ഈ കുഞ്ഞു ജീവിതത്തിൻ്റെ യാത്രകളിൽ ഒരുപക്ഷെ കൂട്ടം തെറ്റിയ ഒരു ആട്ടിൻകുഞ്ഞിനെ പോലെ പലതവണ വീണു പോയിട്ടുണ്ടാകാം, അലഞ്ഞു നടന്നിട്ടുണ്ടാകാം, ഈശോയുടെ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞ് ചിലപ്പോൾ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടാകാം. തിരിച്ചു വരിക. അനുദപിക്കുന്ന ഹൃദയത്തെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ കാരുണ്യം, ഈശോയുടെ സ്നേഹം അതൊന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് ഈശോയുടെ സാന്നിധ്യത്തെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വീണ്ടും ആ ഈരടികൾ ആവർത്തിച്ച് പാടാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവനേക്കാൾ, എൻ്റെ സർവസ്വത്തേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പാപിയായ എന്നെ ചേർത്ത് പിടിച്ചതിന്, കരുണയോടെ വീണ്ടും നോക്കിയതിന്, പത്രോസിനെ പോലെ ആ നോട്ടം കിട്ടി എനിക്ക് തിരിച്ചറിവിനും തിരിച്ചുവരവിനും എല്ലാം വഴിയൊരുക്കിയ നല്ല ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സർവത്തേക്കാൾ, എൻ്റെ ആരോഗ്യത്തെക്കാൾ, എൻ്റെ സ്വപ്നങ്ങളെക്കാൾ, എൻ്റെ കഴിവുകളേക്കാൾ അപ്പുറമായി ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന ആരാധന ആരാധന
ഈശോയിലേക്ക് തന്നെ നോക്കുക. കർത്താവെ, സമയം അങ്ങയുടെ മക്കൾ അങ്ങേ ആരാധിക്കുക. ഞങ്ങളുടെ പാപങ്ങളൊന്നും കണക്കിലെടുക്കാതെ ഞങ്ങളെ വീണ്ടും വീണ്ടും സ്നേഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അങ്ങേ അടുത്ത് അനുഗമിക്കാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കാൻ അങ്ങ് വിളിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾ. അങ്ങയുടെ ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. എങ്കിലും ചില സമയങ്ങളിലൊക്കെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഈശോയെ അങ്ങേ ശ്രദ്ധിക്കാതെ മറ്റു പലതിലേക്കുമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധ പോയി. അങ്ങിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചതെല്ലാം ഞങ്ങളുടെ വീഴ്ചകൾക്ക് കാരണമായി. പത്രോസ്ലീഹായെ പോലെ ചില ചൂടുകളൊക്കെ പറ്റി, ചില സുഖങ്ങളൊക്കെ തേടി, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലൊക്കെ ഞങ്ങൾ വീണുപോയി. അനുദപിക്കാനൊക്കെ ആഗ്രഹിച്ചു, കുമ്പസാരിക്കാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ പല പല ന്യായീകരണങ്ങൾ പറഞ്ഞ് ഈശോയെ അങ്ങിൽ നിന്ന് ഞാൻ പതുക്കെ അകന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അങ്ങേ ഏറ്റുപറയാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ട്. നിസ്സാര കാരണങ്ങൾക്ക് പോലും കർത്താവെ അങ്ങിലുള്ള വിശ്വാസത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും കുമ്പസാരിക്കാനും കൂദാശകളൊക്കെ സ്വീകരിക്കാനും ഒക്കെ അവസരങ്ങളുണ്ടായിട്ടും ഈശോ അതൊന്നും ഉപയോഗിക്കാതെ ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഈ നോമ്പുകാലത്ത് പോലും ഈശോയെ ഒത്തിരി തവണ പ്രാർത്ഥനകൾ മുടക്കിയിട്ടുണ്ട്, വചനം വായിക്കാതിരുന്നിട്ടുണ്ട്, ബലിയർപ്പിക്കാൻ അവസരങ്ങളുണ്ടായിട്ട് പോവാതിരുന്നിട്ടുണ്ട്. വലിയ മാരകമായ തെറ്റുകൾ ചെയ്ത് ഈ നോമ്പുകാലത്ത് പോലും ഈശോയെ അനുതാപമില്ലാത്തൊരു ഹൃദയത്തോടെ ആവർത്തിച്ച് പാപങ്ങൾ ചെയ്ത് അകലെ അകലെ നിന്നെ അനുഗമിച്ച് ഒടുക്കം ഈശോയെ നിന്റെ സ്നേഹത്തെ പോലും തള്ളിപ്പറയേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയിലേക്ക് തന്നെ നോക്കിക്കേ. മാപ്പ് അപേക്ഷിക്കാൻ നമുക്ക്. എണ്ണിയാൽ തീരാത്ത വലിയ പാപങ്ങൾ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഈശോയുടെ മുമ്പിൽ മാപ്പ് കിട്ടാത്ത രീതിയിൽ ചിലപ്പോൾ പാപം ചെയ്തു പോയെന്ന് തോന്നിയാലും അനുദപിക്കുന്ന ഒരു ഹൃദയത്തോടെ ഈശോയുടെ മുമ്പിൽ അതെല്ലാം ഒന്ന് ഏറ്റു പറയാമോ? നോമ്പിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ദിവസങ്ങളല്ലേ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കണ്ടേ? പത്രോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അതേ പത്രോസ് പെന്തക്കോസ്തായ്ക്ക് ആ ഒരു അഭിഷേകം കിട്ടിയതിന് ശേഷം നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ കേട്ടിരുന്നവരുടെ ഹൃദയം നുറുങ്ങി എന്നാ പറയുക. അവരനുദപിച്ചു. ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് ചോദിച്ചു. പത്രോസിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. കാരണം 3 തവണ തള്ളിപ്പറഞ്ഞവൻ, ആ തള്ളിപ്പറഞ്ഞത് കണക്കൊന്നും സൂക്ഷിക്കാതെ ഈശോ അവനെ നോക്കി അവനോട് ക്ഷമിച്ചപ്പോൾ പത്രോസിന്റെ ഹൃദയം നുറുങ്ങി. അവൻ അനുദപിച്ചു, കരഞ്ഞു. പിന്നീട് തീരത്ത് വെച്ച് ഈശോ ചോദിക്കുന്നുണ്ട് 3 തവണ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ ഏറ്റു പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിനക്കെല്ലാം അറിയാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെ ഒരു ആഹ്വാനം ഈശോ നമുക്ക് എല്ലാവർക്കും തരികയാണെന്ന് ഈ ആരാധനയിൽ. തിരിച്ചു വരണം. നിനക്കൊരു തിരിച്ചറിവുണ്ടാകണം, നിനക്ക് തെറ്റുപറ്റിപ്പോയെന്ന്. നീ അകലെ അനുഗമിച്ചു, ഇപ്പോൾ ഈശോയിൽ നിന്ന് ഒത്തിരി അകലെയാണ്. കർത്താവിൻ്റെ മുമ്പിൽ ഒത്തിരി നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സമർപ്പിച്ച് ആരാധനകൾ നടത്തിയിട്ടില്ലേ? ഒത്തിരി മണിക്കൂറുകൾ ചിലപ്പോൾ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ഇരുന്നിട്ടില്ലേ? ഇന്ന് ഈ അല്പസമയം ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഒന്ന് മാപ്പ് ചോദിക്കും. 51 സങ്കീർത്തനത്തിൽ ദാവീദ് ചങ്കുപൊട്ടി കരഞ്ഞതുപോലെ എന്നോട് കരുണ തോന്നണേ അപ്പാ, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ വിളിക്കുകയാണ് എന്നെയും നിന്നെയും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാം ഈശോ വിളിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നീ വാ. അനുതാപത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, നിലവിളികളോടെ, ഉപവാസത്തോടെ നീ എൻ്റെ അടുത്തേക്കൊന്ന് തിരിച്ചു വാ. നിന്റെ ഹൃദയം നുറുങ്ങണം, നീ അനുദപിക്കണം, മാനസാന്തരപ്പെടണം. ഞാൻ പീഡകൾ സഹിച്ചതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ഞാൻ കുരിശിൽ കയറിയതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ചിന്തി ഓരോ രക്തത്തുള്ളിയും നിനക്ക് വേണ്ടിയല്ലേ? ഈശോ നിന്നോട് ചോദിക്കുമ്പോൾ, എന്നോട് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കണം. പത്രോസിനെ പോലെ എനിക്കറിയാം എൻ്റെ തെറ്റുകളാണ്, എൻ്റെ അനുതാപമില്ലാത്ത ജീവിതമാണ് കർത്താവെ കുരിശിൽ നിന്റെ പാടുപീഡകൾ വർദ്ധിപ്പിച്ചത്. ആ കുരിശിലെ വേദന ഇനി ഞാൻ വർദ്ധിപ്പിക്കില്ല. എൻ്റെ പാപങ്ങൾ കാരണം ഈശോ അങ്ങനെയും കുരിശിൽ കയറാൻ ഞാൻ അനുവദിക്കില്ല. തള്ളിപ്പറഞ്ഞ ഞാനിതാ തിരിച്ചറിവോടെ തിരിച്ചു വരിക. ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകാതെ, ഈശോ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോവാതെ ആ സ്നേഹത്തെ മുഴുവൻ നുകരാൻ ഞാനിതാ ആഗ്രഹിക്കുന്നു. എൻ ജീവനേക്കാൾ, എൻ സർവത്തേക്കാൾ വലിയതാണ് നീ. വലതുകര ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു TV സ്ക്രീനിൻ്റെ, ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ മുമ്പിലല്ല, ഈശോയുടെ മുമ്പിൽ തന്നെയല്ലേ കുഞ്ഞാ നീ ഇരിക്കുന്നത്. കർത്താവ് അനുതാപത്തിന് വേണ്ടി നിന്നെ വിളിക്കുക. നിന്റെ ഹൃദയം തുറങ്ങട്ടെ. വലത് കൈ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, എല്ലാറ്റിനും മുകളിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തിബേരിയാസിൻ്റെ കടലലകളിൽ ആ ഓരങ്ങളിൽ പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ.
മറ്റാരേക്കാൾ അധികമായി, മറ്റെന്തിനേക്കാൾ അധികമായപ്പാ എന്നോട് ക്ഷമിച്ച സ്നേഹമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തുല്യം ചൊല്ലാൻ ഈശോയെ, ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ ചാരുന്നു ഞാൻ. എല്ലാവരും ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചോണ്ട് ഒരുമിച്ച് ആരാധന, 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 ആരാധന. വലിയ സ്നേഹത്തിന്, ക്ഷമിക്കുന്ന കരുണയോടെ നമ്മളെ കാണുന്ന ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്നൊന്ന് ഒരുക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. കാരുണ്യമേ, വലിയ സ്നേഹമേ, ആരാധന. ക്ഷമിക്കുന്ന സ്നേഹമേ, ആരാധന. പാപങ്ങളൊന്നും കണക്കിൽ സൂക്ഷിക്കാതെ സ്നേഹിക്കുന്ന മഹാസ്നേഹമേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ സ്നേഹമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ട സോനങ്ങളെ, ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റയാൾ മാത്രമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ സൗഹൃദങ്ങളിലൊക്കെ കുമ്പസാരിക്കോ അനുതാപമോ ഒന്നും ഇല്ലാതെ വലിയ മാരക പാപങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാകാം. തിരിച്ചറിവ് കിട്ടിയത് ഒരുപക്ഷെ നിനക്കായിരിക്കും. നീ ഇന്ന് ദാനിയേലിനെ പോലെ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി ആരാധനയ്ക്ക് ഇരിക്കാവും. അവർക്ക് പകരമായിട്ട് നിനക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല, അവർക്ക് പകരമായിട്ട് നിനക്ക് അനുദപിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് പകരമായി നിനക്ക് പ്രാർത്ഥിക്കാം, നിനക്ക് അവർക്ക് പകരമായി ഉപവസിക്കാം. നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു പോയ പാപങ്ങൾക്ക് പകരമായിട്ട് ഒരു പരിഹാരമായിട്ട് നിനക്ക് ഈ നോമ്പിൽ ചില വേദനകൾ ഏറ്റെടുക്കാമല്ലോ. ഇപ്പം ഈ ഒരു കുറച്ച് നേരം വചനം കേട്ടതും ഇപ്പം ഈ സമയമൊക്കെ ഈശോയെ ആരാധിക്കുന്നതും ഒരുപക്ഷെ നിനക്ക് ഈശോ നല്ല തിരിച്ചറിവുകൾ തന്ന് നീ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദാനിയേലിനെ പോലെ ഒന്ന് ഈശോയോട് ഈ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും തെറ്റ് ചെയ്തു പോയി, ഞങ്ങളോട് കരുണ തോന്നണമേ. നമ്മുടെ ആ പ്രാർത്ഥന മനസ്സിലില്ലേ? കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ, കടങ്ങൾ പൊറുക്കണമേ. പാപകടങ്ങളെല്ലാം ഇളച്ചു തന്ന് ഞങ്ങളെ അങ്ങടെ സ്വന്തമായി സ്വീകരിക്കണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയല്ലേ? ഈശോയിലേക്ക് തന്നെ നോക്ക്. നമുക്ക് ഈ സമയം അത് ചോദിക്കാം. നമുക്ക് വലിയൊരു അനുതാപം നമ്മുടെ ഉള്ളിൽ വേണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അഭിഷേകം ഈ സമയം ഇറങ്ങണം. നമ്മൾ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരരൂപി ഇറങ്ങണം. നമുക്ക് രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നീട്ടിപ്പിടിച്ച ആ കരങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്ന് കൊടുത്തേ. ഒരുപക്ഷെ അപ്പച്ചനായിരിക്കാം, അമ്മച്ചയായിരിക്കാം, വലിയൊരു തെറ്റിലായിരിക്കാം, അവർ ജീവിത പങ്കാളി, മാനസാന്തരത്തിൻ്റെ ഒരഭിഷേകം കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. മക്കൾ ആരെങ്കിലും ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നുണ്ടാകാം തിരിച്ചറിവില്ലാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളിൽ ആരെങ്കിലുമൊക്കെ വലിയൊരു തെറ്റിൻ്റെ പിടിയിലാണ്. നിങ്ങൾ ഒത്തിരി ഉപദേശിച്ചു, തിരുത്തി കൊടുത്തു, അവർക്കത് മനസ്സിലാവുന്നില്ല.
കുമ്പസാരിക്കാനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, പക്ഷേ അവരത് സ്വീകരിക്കുന്നില്ല. നമുക്കൊരു വലിയ വേദന നമ്മുടെ ജീവിതത്തിൽ അവരെ ഓർത്തിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ഈ ആരാധനയിൽ അതെല്ലാം നമ്മൾ ഈശോയോട് സറണ്ടർ ചെയ്യുകയാണ്. ഈശോയെ, ഞാനും എൻ്റെ മാതാപിതാക്കളും, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ പ്രിയപ്പെട്ട ഒരു മക്കൾ, എൻ്റെ തലമുറ, കഴിഞ്ഞ തലമുറ, വരുന്ന തലമുറ എന്തെങ്കിലുമൊക്കെ തെറ്റിലൂടെ അങ്ങേ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലേക്ക് ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരുണയായിരിക്കണേ കർത്താവേ. ഇത് ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് കരുണ ചൊരിയണമേ. ഈശോയെ, പാപം മൂലം അങ്ങിൽ നകന്നുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക്, ഞങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് അങ്ങനെ കരുണ ചൊരിയണം. പല ദേശങ്ങളിലായിരുന്നു, പല ടൈം സോണുകളിലൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ. ഇവരുടെ കുടുംബം എവിടെയാണോ, ഇവരുടെ പ്രിയപ്പെട്ടവർ എവിടെയാണോ, അവിടെ എല്ലാം അങ്ങയുടെ കാരുണ്യ ഈ സമയം അളവില്ലാതെ അധികമായി ചൊരിയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കാരുണ്യം ചൊരിയണമേ. അനുതാപത്തിന്റെ ഒരു അഭിഷേകം കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സമയം ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു 4 പേരെ ദത്തെടുത്ത് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരുണ അവരിലേക്ക് ചൊരിയണമേ. മരണം മൂലം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരെ ഈശോയെ, അനുതാപമില്ലാത്ത മരണത്തോടെയാണ് അവര് മടങ്ങിയതെങ്കിൽ കർത്താവെ, അവർക്ക് വേണ്ടി കൂടി മാപ്പ് ചോദിച്ച് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലേക്ക് കരുണയായിരിക്കണമേ. ഈശോയെ, കാരുണ്യം ചൊരിയണമേ. അനന്തമായ കാരുണ്യം കൊണ്ട് ഞങ്ങളെ പാപങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയെ കരുണാമയ, ഈശോയെ ആരാധന. കനിയണമേ. പ്രാർത്ഥിച്ച മക്കളെ, ദൈവപിതാവേ കനിയണമേ. ഈശോയെ കരുണയായിരിക്കണമേ. ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവീകരും വഴി വന്നു പോയ ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവീകരും വഴി വന്നു പോയ സകല പാപങ്ങളും നിൻ സുതനീശോദൻ തിരുരക്തത്താലേ കഴുകേണമേ. വിശുദ്ധീകരിക്കേണമേ. കർത്താവേ, അനന്തമായ കാരുണ്യത്താൽ ഞങ്ങളെ വീണ്ടും വീണ്ടും നോക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. അനുതാപത്തിൻ്റെ ഹൃദയത്തെ ഒരിക്കലും അവഗണിക്കാത്ത കാരുണ്യ സ്രോതസ്സായ ഈശോയെ, ഞങ്ങളിലേക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ആ കാരുണ്യം ഒരിക്കൽ കൂടി അങ്ങ് ചൊരിയണമേ. ഈശോയെ, പത്രോസിനെ അങ്ങ് നോക്കിയതുപോലെ ഇന്നീ ആരാധന മധ്യേ ഞങ്ങളെയും അങ്ങ് നോക്കണമേ. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തത് ഞങ്ങളുടെ ഹൃദയത്തിലും മാംസം ധരിക്കട്ടെ. ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ. ഞങ്ങളെ ശ്രവിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപ തോന്നി, കരുണ തോന്നി ഞങ്ങളെ കടാക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, നീ ആരാധന പങ്കെടുക്കുന്ന എനിക്കും നിനക്കും ഈശോയുടെ ദൂതിതാണ്. ദൈവം നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. ഈ സഹനങ്ങളിൽ, ഈ വേദനകളിൽ, ഈ പാപങ്ങളിൽ കുഞ്ഞെ നീ കേൾക്കേണ്ട സ്വരം ഇതാണ്. അവൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ചെയ്ത പാപങ്ങളുടെ കണക്കുകൾ വെക്കാതെ, അളവില്ലാതെ അവൻ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാവോ? കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ ഈശോ എന്ന് കാണാം. മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കല്ലേ, ഈശോയിലേക്ക് തന്നെ നോക്ക്. നമ്മുടെ ആരാധനയുടെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ നോമ്പുകാലത്തെ പരിശുദ്ധമായ ദിവസങ്ങളിൽ വചനമൊക്കെ ധ്യാനിച്ച് ഒരു ധ്യാനമൊക്കെ കൂടി കർത്താവിൻ്റെ മുമ്പിൽ ഇതാ ആരാധനയ്ക്ക് ഇരിക്കുകയാണ്. നമ്മൾ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി താമസിച്ച് ധ്യാനം കൂടാനൊക്കെയുള്ള ഒത്തിരി അസൗകര്യങ്ങളുണ്ടെങ്കിൽ ഇതാ ഈശോ നമുക്ക് എന്തോ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിനകത്തേക്ക്, അകത്തളങ്ങളിലേക്ക് ഈശോ വചനമായിട്ട് വന്നിരിക്കുകയാണ്.
ദിവ്യ സാന്നിധ്യമായിട്ട് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നിന്നോട് ഒരു ദൂത് പറയാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ധ്യാനം നിന്റെ മുമ്പിലേക്ക് കൊണ്ടുതരിക. ഒരു TV സ്ക്രീനിലൂടെ മുഴങ്ങി കേൾക്കുന്ന സ്വരമല്ല, കാണുന്ന ഒരു വൈദികനെയല്ല, ജീവിക്കുന്ന ദൈവം ഇതാ നിന്നോട് സംസാരിച്ചുകൊണ്ട് പറയാണ്, നിന്റെ പാപങ്ങളൊന്നുമല്ല ഞാൻ കണക്കി സൂക്ഷിച്ചേക്കുന്നത്. പത്രോസിനെ നോക്കിയിട്ട് 3 തവണ കുറ്റപ്പെടുത്തുകയല്ല ഈശോ ചെയ്തത്, സ്നേഹം മാത്രം ആ കണ്ണുകളിലൂടെ ഒഴുക്കി കൊടുത്തു. തിബേരിയസിന്റെ തീരത്ത് വെച്ച് വീണ്ടും വീണ്ടും ചോദിച്ചു, നീ സ്നേഹിക്കുന്നുണ്ടോ? മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഇന്ന് ഈ അൾത്താരയിൽ, ഈ ആരാധനയിൽ ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ളത് ദാനിയേൽ കേട്ട അതേ ദൂതാണ്. അവൻ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. ഒത്തിരി അധികമായിട്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പാപങ്ങളൊന്നും കണക്കിലെടുക്കാതെ അനുദപിക്കുന്ന നിന്റെ ഹൃദയത്തെ സ്നേഹത്തിൻ്റെ തൈലം കൊണ്ട് പുരട്ടി സൗഖ്യപ്പെടുത്തി അവൻ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ വീണ്ടും സ്നേഹിക്കുന്നു. ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഈ നോമ്പിൽ ചില പരിത്യാഗ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന നിന്നെ ആ സ്നേഹം പൊതിഞ്ഞു പിടിക്കുന്നു. അനുദപിച്ച് എനിക്ക് തെറ്റുപറ്റി, എന്നോട് കരുണ തോന്നണേ എന്ന് നിലവിളിച്ച നിന്നോട് ദാവീദിനോടെന്ന പോലെ അനന്തമായ, അളവില്ലാത്ത, ഉപാധികളില്ലാത്ത സ്നേഹം അവൻ തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോട് മാപ്പപേക്ഷിച്ച നിന്നെ അവൻ ചേർത്ത് പിടിക്കുകയാണ്. തിരിച്ചറിവ് കിട്ടിയ നിന്നെ തിരിച്ചു വരാൻ അവൻ വഴികൾ ഒരുക്കുകയാണ്. ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നീ ഒരുങ്ങല്ലേ? ഈ സമയം ആരാധനയിൽ ഈശോ നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രമല്ല, ഇതാ നീ ആർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചോ അവർക്കെല്ലാം ഈ അനുഗ്രഹം നിറയാൻ വേണ്ടി പോവാണ്. അവർ പല സ്ഥലങ്ങളിലായിരിക്കാം, പല സമയങ്ങളിലായിരിക്കാം, പല ദേശങ്ങളിലായിരിക്കും. അവരടുത്തുണ്ടായിരുന്നെങ്കിലൊക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ അവർ പങ്കെടുത്തെങ്കിൽ നിന്ന് പറ്റിയിട്ടില്ല, സാരമില്ല. ദേ ഈ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ആരാധനയുടെ ആശീർവാദത്തോടു കൂടി ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ ധ്യാനം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നിറയട്ടെ. കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാം നിറയട്ടെ. ഈ നോമ്പുകാലത്ത് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ ഒരു കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഈശോ അത് നിങ്ങളുടെ മേലേക്ക് തരികയാണ്. 2 കരങ്ങളൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ശാന്തമായിട്ടൊന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം, ആശീർവാദം, പാപമോചനം എല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് ഈശോയുടെ സ്നേഹം നമ്മിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും പറ്റാത്ത സ്നേഹം പത്രോസിന് കിട്ടിയതുപോലെ ആ കരുണയും സ്നേഹവും ഒക്കെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഒന്ന് ചേർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ